ഇന്ന് നടക്കുന്ന ഈ സ്ത്രീകളും നിയമവും എന്ന വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സമ്പന്നമായ ഒരു പാനലാണുള്ളത്. ഡോക്ടർ ഖദീജ മുംതാസ്, വാക്കുകൾ ആവശ്യമില്ല പരിചയപ്പെടുത്താൻ. ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് മുസ്ലിം സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. തീർച്ചയായും വലിയൊരു വിഭാഗം സ്ത്രീകളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അതിൻ്റെ നേതൃത്വം നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഡോക്ടർ നമ്മുടെ കൂടെയുണ്ട്. ഡോക്ടറുടെ നേതൃത്വത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതായിരിക്കും കുറച്ച് നല്ലത്. പിന്നെ ഷീബ അമീർ. ഷീബ ചേച്ചിയെ തൃശ്ശൂരുകാർക്ക് അല്ലെങ്കിൽ വേണ്ട കേരളത്തിൽ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാന്ത്വനത്തിൻ്റെ സ്പർശവുമായി നമ്മളുടെ ഇടയിലൂടെ പ്രവർത്തിക്കുന്ന ഷീബ ചേച്ചി തീർച്ചയായും ഒരുപാട് ജീവിതങ്ങൾ കണ്ടുവരുന്ന ആളാണ്. പ്രത്യേകിച്ച് രോഗാതുരമായിട്ടുള്ള വീടുകളിലെ സ്ത്രീകളുടെ നേരവസ്ഥയെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്തരം വിഷയങ്ങൾ കേൾക്കാൻ സാധിക്കും. ശീതൽ ശ്യാം അറ്റത്തായതുകൊണ്ടാണ് അവസാനമായി പറഞ്ഞത്. പിന്നെ ശീതൽ ശ്യാം നമുക്കറിയാം, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള എല്ലാ ജെൻഡറിലും പെട്ട മനുഷ്യരെ, അവരുടെ വിഷയങ്ങളെ, അവരുടെ ഇൻക്ലൂസീവ്നെസ്സിനെ അടയാളപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. കേരള സംസ്ഥാനമാണ് ട്രാൻസ്ജെൻഡർ പോളിസി ആദ്യമായി ഉണ്ടാക്കിയത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ അതേസമയം തന്നെ നമ്മളുണ്ടാക്കിയ ട്രാൻസ്ജെൻഡർ പോളിസി ഇത്രമാത്രം മതിയോ? അതിന് ഒരുപാട് വിമർശനാത്മകമായിട്ടുള്ള ചില സമീപനങ്ങൾ ശീതളിനുണ്ട്. അത് നമ്മളുമായി പങ്കുവയ്ക്കും. നമ്മളുടെ വിഷയം കുറച്ച് വലുതാണ്, സ്ത്രീകളും നിയമവും എന്നാണ്. നമ്മളതിൻ്റെ യുക്തിയിൽ ചർച്ച ചെയ്യട്ടെ. നിങ്ങൾക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരു വിഷയം സെലക്ട് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അധികം സമയമെടുത്ത് സംസാരിക്കുന്നില്ല, പക്ഷേ എന്നിരുന്നാലും ഒരു ആമുഖം എന്നതുപോലെ ഞാൻ സംസാരിക്കാം. നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തിനാണ് ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ പ്രത്യേകമായി ഉണ്ടാക്കിയിരിക്കുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങൾ നമുക്ക് ലഭ്യമാവണമെങ്കിൽ തീർച്ചയായും തന്നെ നമ്മളുടെ ഇടയിലുള്ള ഈ ഡിസ്ക്രിമിനേഷൻസ്, വിവേചനങ്ങൾ ഇല്ലാതാകേണ്ടതുണ്ട്. അപ്പോൾ ഒരിക്കലും വിവേചനരഹിതമായിട്ടുള്ളൊരു ജീവിതം സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈക്വാളിറ്റി എന്ന, സമത്വം എന്ന സുന്ദര സങ്കല്പം നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചേർത്തിട്ടുള്ളത്. ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറയുന്നതാണെങ്കിലോ നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളുടെ ഒപ്പം തന്നെ ഏറ്റവും അവസാനമായി പറയുന്നത് ഇന്ത്യ ഇത്രയും മനോഹരമായ ഒരു രാജ്യമായിട്ട്, അതായത് ഒരു സോവറിൻ, പരമാധികാര, സോഷ്യലിസ്റ്റ്, സമത്വ, സുന്ദര, അതുപോലെ തന്നെ സെക്യുലർ, മതനിരപേക്ഷ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമത്വവും നൈതികതയും അതുപോലെ തന്നെ ഫ്രീഡം, ലിബർട്ടി, അതായത് സ്വാതന്ത്ര്യവും സാഹോദര്യവും നേടിത്തരുന്നതിനാണ്. ആ സാഹോദര്യം, ഈ നൈതികതയും, ഈ സമത്വവും, ഈ സ്വാതന്ത്ര്യമൊക്കെ എന്തിനു വേണ്ടിയാണ്? ഫോർ ദ ഡിഗ്നിറ്റി ഓഫ് ദ ഹ്യൂമൻ ഇൻഡിവിജ്വൽ എന്നാണ്. മനുഷ്യരുടെ ഓരോരുത്തരുടെയും അന്തസ്സിനെ ഉയർത്തുവാനും രാജ്യത്തിൻ്റെ യൂണിറ്റിക്കും, അതായത് ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ പരമപ്രധാനമായത് എന്താണ്? എൻ്റെ ഒരാളുടെ മൗലിക അവകാശം ധ്വംസിക്കപ്പെട്ടാൽ നമ്മൾ നേരെ സമീപിക്കുന്നത് കോടതിയെ. കോടതി ഇന്ത്യയിലെ മൊത്തം നിയമത്തെ മാറ്റി എഴുതുന്നു. അപ്പോൾ ഒരൊറ്റ വ്യക്തിയുടെ ഡിഗ്നിറ്റിയെ അത്രയും അന്തസ്സോടെ, അത്രയും ബഹുമാനത്തോടെ, അല്ലെങ്കിൽ അത്രയും ഇതോടെ കാണണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം എന്നാണ് ഭരണഘടന നമ്മളോട് പറയുന്നത്. അതിന് വേണ്ടിയാണ് ഇതെല്ലാം തന്നെ. അങ്ങനെയുള്ള ഈ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകേണ്ടുന്ന ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയത്. നിയമങ്ങൾ ഒരിക്കലും സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ശിക്ഷിക്കാനുള്ളതാണ് എന്ന് വിചാരിക്കരുത്. സ്ത്രീകളുടെ നേരെ അല്ലെങ്കിൽ മനുഷ്യരുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അരുത് എന്ന് പറയാനുള്ളതാണ്. മാനിഷാദ, അരുത്, കാട്ടാള എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ കനി പറിക്കരുത്, അരുത് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും നമ്മൾ അരുത് എന്ന്, നമ്മളെന്ന് വെച്ചാൽ നിയമം അരുത് എന്ന് പറയുമ്പോൾ മാത്രമാണ് അത് കുറ്റകൃത്യമാവുന്നത്. അതുവരെ കുറ്റകൃത്യമല്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, റോട്ടിൽ നിന്ന് സിഗരറ്റ് വലിച്ചിരുന്നു, കുറ്റകൃത്യമല്ലായിരുന്നു. അരുത് എന്ന് പറയുമ്പോൾ മാത്രമാണ് കുറ്റകൃത്യമാകുന്നത്. നിരന്തരമായി സ്ത്രീകളെ അടിച്ചിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഇന്നത് കുറവാണ്, കാരണം ഗാർഹിക പീഡനനിരോധന നിയമം വന്നുവെന്നും സ്ത്രീകളെ അടിക്കാൻ പാടില്ല. പക്ഷേ മദ്യപിച്ചോ അല്ലാത്ത മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒക്കെ അടിക്കുന്ന ആളുകളുണ്ട്. അവരുടെ അസുഖങ്ങൾ കണ്ടെത്തണം, അതിന് ചികിത്സകൾ കൊടുക്കണം. അതിനാണ് നമുക്ക് ഗാർഹിക പീഡനനിരോധന നിയമം വന്നത്. നമ്മുടെ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിലെ സ്ത്രീകളുടെ നേരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്.
അതുകൊണ്ടാണ് അവിടെ നമുക്ക് പോഷ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് വർക്ക് പ്ലേസ് വന്നത്. നമ്മുടെ ഇടയിൽ സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്, അത് അരുത്. അതിനാണ് നമുക്ക് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്നത്. ശൈശവ വിവാഹം അരുത്. സ്ത്രീകളെ ഇൻഡീസെൻ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക, മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, അരുത്. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റാണ്. നമ്മൾ എങ്ങനെ ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൽ തമ്മിൽ പെരുമാറണം എന്നുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് മാത്രമാണ് ഈ നിയമങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഈ അവകാശങ്ങൾ വരുന്നത്. അവകാശം വരുന്നത് എല്ലാ മനുഷ്യനും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. ഭരണഘടന ഉണ്ടായാലും ഇല്ലെങ്കിലും ജീവിക്കാൻ അവകാശമുണ്ട്. ഭരണഘടന ഇല്ല വയ്ക്കൂ. ഒരു ഫാസിസ്റ്റ് ഭരണകൂടം വന്ന് ഭരണഘടന എടുത്തു കളഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിതം അവസാനിപ്പിക്കുമോ? ഇല്ലല്ലോ. നമ്മൾക്ക് ജീവിക്കണം, മനുഷ്യ അന്തസ്സോടെ തന്നെ ജീവിക്കണം. അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ കൂടെയുള്ള മനുഷ്യരുമായി ജീവിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ചില മര്യാദകൾ അല്ലെങ്കിൽ പെരുമാറ്റ ചട്ടം, അതാണ് നിയമങ്ങൾ. നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ. അപ്പോൾ ഈ നിയമങ്ങളെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം, എങ്ങനെ അത് മറ്റുള്ള മനുഷ്യർക്ക് കൂടി ഉപകാരപ്രദമാക്കണം, അതിനാണ് നിയമസാക്ഷരത ആവശ്യം. അപ്പോൾ എല്ലാ മേഖലയിലേക്കും നിയമത്തെ നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ പോലും നിയമം അവിടെ കടന്നു വരികയാണ്. റൈറ്റ് ടു എക്സ്പ്രഷൻ ഉണ്ട് നമുക്ക്, പക്ഷേ അവഹേളിക്കുന്ന രീതിയിലാവരുത്, അപമാനിക്കുന്ന രീതിയിലാകരുത്, രാജ്യത്തിനെതിരെയായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഹെയ്റ്റ് സ്പീച്ച്, വെറുപ്പിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒബ്സീനിറ്റി പാടില്ല, അശ്ലീലം പാടില്ല, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെ അരുത് എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകും എന്നതുകൊണ്ടാണ്. അപ്പോൾ റൈറ്റ്സ് വരുന്നതും ഡ്യൂട്ടീസ് വരുന്നതും ഒരു കോയിൻ്റെ അപ്പുറം ഇപ്പുറമായി നിന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും, എല്ലാ ജെൻഡറിൽപ്പെട്ട ആളുകൾ, അതായത് പുരുഷൻ സ്ത്രീ എന്ന ദ്വന്ദ്വം മാത്രം വിശ്വസിക്കുന്നതിൻ്റെ അപ്പുറത്ത്, അത് വിശ്വാസം മാത്രമാണല്ലോ. ഞാൻ പറയുന്നു ഞാൻ സ്ത്രീയാണ്, നിങ്ങളത് വിശ്വസിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ആ വിശ്വാസത്തിൻ്റെ അപ്പുറത്ത് ഞാൻ സ്ത്രീയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ജെൻഡർ ഫ്ലൂയിഡായിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകുക എന്നതാണ് ആവശ്യം. അതാണ് പറഞ്ഞത് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ്. അങ്ങനെ മാത്രമേ കാണേണ്ടതുള്ളൂ. ആരെയും ഒപ്രസ് ചെയ്യാൻ, അടിച്ചമർത്താൻ, മറ്റൊരു ഭരണകൂടം വന്ന് നമ്മുടെ മേലെ അനുശാസിക്കുന്ന നിയമങ്ങളൊന്നുമല്ല. നമ്മുടെ നിയമങ്ങളെ ഭേദഗതി ചെയ്യാം, കാലാനുസൃതമായി പരിഷ്കരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണല്ലോ നമ്മളിപ്പം മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരിഷ്കാരം വേണം. അത് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമാണെന്ന് നമ്മുടെ വിചാരം. അത് കേരളത്തിൽ മുസ്ലിം സ്ത്രീകൾ. പക്ഷേ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയാൽ, അതുപോലെ ഇന്ത്യയിൽ തന്നെ നമ്മളുടെ അച്ഛനമ്മമാർ നമ്മളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു 20 പവനോ 30 പവനൊക്കെ തന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ നമുക്ക് അവകാശമില്ല, നമുക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റില്ല. എന്ത് ഗ്യാരണ്ടി ഉണ്ട് കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ പോയി നമ്മൾ താമസിക്കുമെന്ന്? അപ്പോൾ നമുക്ക് ആ സ്വത്തിന് അവകാശം തരില്ല. അവർ കാലശേഷം ഒരിക്കലും നമുക്ക് എഴുതി വയ്ക്കില്ല. അവർ കാലശേഷം എഴുതി വയ്ക്കാതെ മരിച്ചു പോകുന്ന സമയത്ത് മാത്രമാണ് തുല്യാവകാശം വരുന്നത്. പക്ഷെ അവർ ആ തുല്യാവകാശത്തെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? അവർക്ക് ഇഷ്ടമുള്ള പ്രയോറിറ്റി ആയിട്ടുള്ള മക്കൾക്ക് എഴുതി കൊടുക്കും. മകൻ എന്നെ നോക്കുമെന്ന വിശ്വാസത്തിൽ എഴുതി കൊടുക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമത്തെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം എങ്ങനെ നമ്മൾ ഇതിനെ അനുസരിക്കാം, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാം, എന്നിട്ട് ജീവിതത്തിൽ അത് പ്രയോഗിക്കാം, അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷകരമായൊരു ജീവിതം നമുക്ക് സാധ്യമാവും. അപ്പോൾ നിയമത്തെ മനസ്സിലാക്കലാണ് നമുക്ക് ആവശ്യം. ഇത്രയേ ഉള്ളൂ എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഞാൻ ഒരു വിഷയത്തെയും അല്ലെങ്കിൽ ഒരാളെയും, ഒരു പാനലിലെ മെമ്പറിലെയും ഒരു വിഷയത്തിലേക്ക് ഒതുക്കുന്നേ ഇല്ല. അവർക്ക് താല്പര്യമുള്ള രീതിയിൽ എന്താണ് നിങ്ങളോട് സംവദിക്കേണ്ടത്, അതായത് സ്ത്രീകളും നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അവർ സംസാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്ററാക്ഷൻ നടത്തുന്ന സമയത്ത് ആരാണോ ഏത് വിഷയമാണോ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചത് ആ വിഷയം അവരോട് ചോദിക്കാം. അങ്ങനെ നമുക്കത് നല്ല ഇൻ്ററാക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയാക്കി മാറ്റാം. ഞാൻ അടുത്തിരിക്കുന്ന സീനിയറായിട്ടുള്ള ഖദീജ മുംതാസിനെ തന്നെ ക്ഷണിക്കുന്നു. വാക്കുകളൊന്നും ആവശ്യമില്ല, വായനയിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. മറ്റൊന്നും പറയുന്നില്ല, സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു ആശ. പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വല്ലാത്തൊരു സന്ധിയിലാണ്, ദശാസന്ധിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ നിയമങ്ങളും നമ്മുടെ ഭരണഘടനയും ഒക്കെ ഇനി എത്ര കാലം ആ രീതിയിൽ നിലനിൽക്കും എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈയിടെ നമ്മുടെ മഹാനടൻ സുരേഷ് ഗോപിയുടെ ഇന്നലെയാണെന്ന് തോന്നുന്നു കണ്ടു, ഏകീകൃത സിവിൽ കോഡ് എങ്ങനെയായാലും വരും, അതോടെ ജാതി ഇല്ലാതാവും. എന്തുമാത്രം
വഞ്ചനാപരമായിട്ടുള്ളൊരു ഒരു പ്രഖ്യാപനമാണത് എന്ന് നമുക്കറിയാം. ഏതായാലും നമ്മുടെ ഭരണഘടന ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനിയും അത് നിലനിൽക്കേണ്ടതുണ്ട്. നിലനിന്നില്ലെങ്കിൽ ആശ പറഞ്ഞ പോലെ നമ്മൾ നിലനിർത്താൻ ഇനിയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. വളരെ അയവുള്ളതും എന്നാൽ മുറുക്കമുള്ളതുമാണ് നമ്മുടെ ഭരണഘടന എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെയാണോ അരികിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നവർ അവരെയെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ളൊരു സമത്വം എന്ന് പറയുമ്പോൾ എല്ലാവരും ഈക്വൽ എന്ന് പറയുകയാണെങ്കിൽ എന്തിന് സംവരണം, എന്തിന് പുതിയ നിയമങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ അതല്ല, വളരെയേറെ കാലമായിട്ട് പാർശ്വവൽകൃതരായി നിൽക്കുന്ന മനുഷ്യരെ കൂടി ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിനുള്ള കാലാനുസൃതമായിട്ട് നിയമനിർമ്മാണത്തിനുള്ളൊരു സാധ്യത കൂടി നിലനിർത്തുന്ന ഒരു ഭരണഘടനയാണ്, അയവുള്ളൊരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നത്. മറ്റൊന്ന് ആശ പറയുകയുണ്ടായി, നിയമങ്ങളല്ല പ്രധാനം, മനുഷ്യരാണ്, മനുഷ്യർക്കുണ്ടാകുന്ന അവബോധമാണ് പ്രധാനം. തീർച്ചയായിട്ടും അതെ, നമ്മൾ ആ ഒരു അവസ്ഥയെ മനസ്സിലാക്കുകയും പരിഷ്കൃതരാവുകയും അതിന് ഒരു മാർഗദർശകമായിട്ട് നിയമങ്ങൾ നിൽക്കുകയുമാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ളത് എന്ന് പറയാമെങ്കിലും മനുഷ്യൻ പരിഷ്കൃതനായാൽ പോലും നിയമങ്ങൾ നമ്മളെ കുരുക്കുന്ന ചില അവസ്ഥകൾ കൂടി ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ പരിഷ്കൃതനാവുന്നു, പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ അവിടെ ഒരു കുരുക്കുണ്ട്. അത്തരത്തിലുള്ള ചില കുരുക്കുകളിലാണ് വാസ്തവത്തിൽ നമ്മളിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശയം ഞങ്ങളോടൊപ്പം ശക്തമായിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നത്തിൽ വരുന്നത് അതാണ്. കാരണം പലപ്പോഴും നമ്മളൊന്നും അത് അറിയുന്നില്ല, നമ്മളത് ഫേസ് ചെയ്യുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ അറിയുന്നത്. സ്വത്തിൻ്റെ കാര്യം പറഞ്ഞു, ആ ഒരു സ്വത്തിന് വേണ്ടി നിലനിർത്തുന്ന ഒരു സംഘടന എന്നുള്ളത് അതിനൊരു ചുരുക്കലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പാരമ്പര്യ സ്വത്ത് കൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശം ഒന്നുമല്ല അത് കൊടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാലിൽ തന്നെ നിൽക്കുക, അങ്ങനെ ജീവിക്കാൻ സാധ്യതയുണ്ടാവുക എന്നാണ് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സ്വത്തും അവിടെയും ഒരു കുരുക്ക് വരുന്നൊരവസ്ഥ ഈ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ വരുന്നുണ്ട്. അത് വാസ്തവത്തിൽ മതസ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള ഒരു നിയമത്തിൻ്റെ, എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്, മതം ആചരിക്കാനും അതേപോലെ തന്നെ അതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഭരണഘടനയിലെ ഒരു നിയമം വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ പ്രിയാമ്പിളിൽ തന്നെ പറയുന്ന സാഹോദര്യം, സമത്വം എന്നുള്ള, നീതി എന്നുള്ള ആശയങ്ങളെ തന്നെ ഖണ്ഡിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഒരു വൈരുദ്ധ്യമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ പാരമ്പര്യ സ്വത്തില്ലാതെ ജീവിക്കാൻ ഉദ്ദേശിച്ച ഒരാളുടെ കാര്യത്തിൽ തന്നെ സംഭവിക്കാവുന്നത്, ഇന്നിപ്പോൾ എൻ്റെ സുഹൃത്ത് മാനസി പറയുകയുണ്ടായി, അത് മുസ്ലിം സ്ത്രീയുടെ കാര്യമല്ല, നമ്മളറിയാതെയാണ് അത്തരം കുരുക്കുകൾ വരുന്നത്. ഇപ്പം ഞാൻ പറയാം, ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ്, ആ സ്ത്രീയുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോയി വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഈ സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് തൻ്റെ ഏകപുത്രനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കുന്നു. അവൻ സമ്പാദിക്കാൻ തുടങ്ങുന്നു, കുറച്ച് സമ്പാദ്യമൊക്കെയായി. ആ സമയത്ത് പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ ഈ മകൻ മരിച്ചു പോവുകയാണെന്ന് വിചാരിക്കുക. അന്നേരം സംഭവിക്കുന്നത്, അതുവരെ ആ മകനെ തിരിഞ്ഞു നോക്കാത്ത അച്ഛന്, ഉപ്പയ്ക്ക് ഈ മകൻ സമ്പാദിച്ച സ്വത്തിൻ്റെ 5/6%, 5/6 ഭാഗവും അങ്ങോട്ട് പോകുന്നു. ഇത്രയും കാലം കഷ്ടപ്പെട്ട അമ്മയ്ക്ക് 1/6 മാത്രം കിട്ടുന്ന ഒരവസ്ഥ. ഇത് നീതിയല്ലല്ലോ. ഇപ്പം നീതിയാണോ നിയമമാണോ വലുത്, അല്ലെങ്കിൽ മനുഷ്യാവകാശമാണോ നിയമമാണോ വലുത് എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ നിയമത്തിൻ്റെ പക്ഷത്തുള്ളവർ പറയും നിയമമാണ് വലുത്. ഇവിടെയാണ് ആ കുരുക്ക് വരുന്നത്, നിയമത്തിൻ്റെ കുരുക്ക് വരുന്നത് അവിടെയാണ്. ഇനിയിപ്പോൾ ഒരു അമ്മ, 3 മക്കൾ, 3 പെൺകുട്ടികളായി, 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, അല്ല 5-10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോകുന്നു, വീട് തന്നെ പകുതി പണിയിലേ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഈ വീട് പണിയാൻ വേണ്ടി കുറേ കടമുണ്ട്. ആ സമയത്ത് ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഇവർ വിചാരിക്കണേ സാരല്ല, ഇത് വിറ്റ് ഒരു ചെറിയൊരു വീട്ടിലേക്ക് മാറാം എന്ന് വിചാരിക്കുമ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇതിന് വേറെ അവകാശികൾ വരുന്നു. ഞങ്ങളുടെ സമ്മതമില്ലാതെ ഈ സ്വത്ത് വിൽക്കാൻ സാധിക്കില്ല എന്നുള്ള.
ഒരുപക്ഷെ ഇത് ആശ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ മാത്രം പ്രശ്നമാണോ എന്നുള്ള കാര്യത്തിൽ. ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ മറ്റ് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ ഒരു മുസ്ലിം സമുദായത്തിൽ ഒരുപക്ഷെ അതിലൊക്കെ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ബഹുഭാര്യാത്വം അത്തരത്തിലൊന്നും കാര്യമായിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു മിഡിൽ ക്ലാസ്സിലെങ്കിലും പെട്ടെന്ന് അതായത് വിവാഹമോചിതയാകേണ്ടി വരുന്നില്ല, അതായത് മൊഴി ചൊല്ലേണ്ടി വരുന്നില്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ സ്വത്തിൻ്റെ കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കുന്നത് മലയാളികളാണ് എന്നുള്ള ഒരു സത്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം മലയാളി ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറിപ്പോയി, ഭയങ്കരമായിട്ട് പ്രായോഗികമതിയായിട്ട് മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സ്ത്രീകളുടെ, കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് വലിയൊരു കുരുക്കായിട്ട് അവിടെ വരുന്നത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ അവർ നിശബ്ദരായിട്ട് ഇരിക്കുന്നുണ്ടാവാം, മുസ്ലിം സ്ത്രീകൾ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഇപ്പോൾ അവർ പറയുന്നത് UCC കൊണ്ടുവരാൻ പോകുന്നു, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു, അത് മുസ്ലിം സ്ത്രീയുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു. നമുക്കറിയാം, അംബേദ്കർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് കാലാനുസൃതം പരിഷ്കരിക്കുകയോ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരേണ്ടതും ആണ് എന്ന് ഭരണഘടനയിൽ തന്നെ. അംബേദ്കർ മാത്രമല്ല, അംബേദ്കറുടെ കൂടെ 299 മറ്റംഗങ്ങളും ഉണ്ടായിരുന്നു. അവരെഴുതി വെച്ചിട്ടുണ്ട് ഇത് പരിഷ്കരിക്കേണ്ടതാണ്, എല്ലാ വ്യക്തി നിയമങ്ങളിലും അപാകതകളുണ്ട്, അതിനെ പരിഷ്കരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. പിന്നീടും ഇപ്പോൾ പലപ്പോഴും പരിഹസിക്കാൻ പറയുന്നത് EMS പറഞ്ഞിട്ടില്ലേ, യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് ആവശ്യപ്പെട്ട ആളല്ലേ. ഇപ്പോൾ അതിനെതിരായിട്ട് ഇടതുപക്ഷം വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. പക്ഷേ പഴയ കാലത്ത് ഞാനും ആവശ്യപ്പെട്ടിരുന്നു, യൂണിഫോം സിവിൽ കോഡ് വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ ഒരു കാലമല്ല ഇന്നത്തേത് എന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അതിനെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആരാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത്, ആരുടെ ഏക സിവിൽ കോഡാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്? 2000 ആണ്ടിൽ തന്നെ ഒരു സന്യാസി സംസദിൽ ഭരണഘടന മനുസ്മൃതി അനുസരിച്ച് തിരുത്തുവാൻ വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ എടുത്ത ഒരു ഭരണകക്ഷിയുടെ ആളുകളാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി നമ്മളിപ്പോൾ വാദിക്കാതിരിക്കേണ്ടത്. പക്ഷേ നമുക്ക് മുസ്ലിം സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓരോ വ്യക്തി നിയമങ്ങളുടെയും പരിഷ്കരണമാണ് വേണ്ടത്. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് 2018 21ാം ലോ കമ്മീഷൻ ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് ക്രോഡീകരിച്ചൊരു റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏകീകൃത സിവിൽ കോഡ് ഈ ഒരു ഇന്ത്യയിൽ തൽക്കാലം സാധ്യമാകില്ല, അതിന് പകരം ഓരോ വ്യക്തി നിയമങ്ങളും പരിഷ്കരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ അവിടെ തള്ളി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമതൊരു 22ാം ലോ കമ്മീഷൻ വിളിച്ചിരിക്കുന്നതും ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടുണ്ടാക്കി. ഒരു പക്ഷേ ഇനിയും BJP വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. സ്ത്രീ വിരുദ്ധവും ദളിത് വിരുദ്ധവും തികച്ചും മനുഷ്യവിരുദ്ധവുമായിട്ടുള്ള ഒരു ഏക സിവിൽ കോഡ് വരാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വിഷയത്തിൽ ഞാൻ ഒതുങ്ങി നിൽക്കുന്നു. ഒരു കൂട്ടിച്ചേർക്കൽ പറയുകയാണേ, ഈ സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട് CAA ഓർമ്മയുണ്ടല്ലോ, അത് കൊണ്ടുവന്നു. പൗരത്വം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യക്കാർ, നമുക്ക് പൗരത്വം കിട്ടുന്നു. പക്ഷേ അതിൽ നിന്ന് കുറച്ച് പേരെ മാറ്റി നിർത്തി, നിങ്ങൾ ഇസ്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി മുത്തലാഖ് ചൊല്ലുന്ന ആണുങ്ങളെ ശിക്ഷിക്കാമെന്ന് പറഞ്ഞു. ഒരു ഹിന്ദു ഡിവോഴ്സ് ചെയ്യുന്നു, ഡിവോഴ്സ് വെച്ച് നിയമപരമല്ലാതെ ഡിവോഴ്സ് ചെയ്യുന്നു, ടെക്നിക്കലി കോടതിയിൽ പോയി ഡിവോഴ്സ് വാങ്ങാതെ അവർ ഡിവോഴ്സ് ചെയ്യുന്നു. ഒരു ഡിവോഴ്സ് എന്ന് വെച്ചാൽ ഭാര്യ ഉപേക്ഷിച്ച് പോകുന്നു. ഒരു ക്രിസ്ത്യൻ അതുപോലെ ചെയ്യുന്നു, ഒരു പാഴ്സി അതുപോലെ ചെയ്യുന്നു, ഒരു ഇസ്ലാം അതുപോലെ ചെയ്യുന്നു. എന്താ അവസ്ഥ? ഇസ്ലാമിന് മാത്രമാണ് ശിക്ഷയുള്ളത്. അതായത് കക്കുന്ന കള്ളൻ അല്ലെങ്കിൽ കുത്തുന്ന ആ മനുഷ്യൻ, അതായത് ഉപദ്രവിക്കുന്ന ആ മനുഷ്യൻ, കുറ്റം ചെയ്യുന്ന മനുഷ്യൻ, കൊല്ലുന്ന മനുഷ്യൻ, അത് ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ പാഴ്സിയാണോ ബുദ്ധനാണോ നോക്കിയിട്ടല്ല
ഇന്ത്യൻ പീനൽ കോഡ് ശിക്ഷിക്കുന്നത്. കാരണം അത് വളരെ കൃത്യമായി തന്നെ അവരുടെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല, അതൊരു പേഴ്സണൽ നിയമമല്ല. അപ്പോൾ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് എന്ന് പറയുകയും ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരിക്കലും അങ്ങനെ ഒരു പരിഗണന വരാറില്ല. ഇത് എന്തിനാ വരാറ്? മനുഷ്യന് ഗുണകരമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പേഴ്സണൽ ലോ. പക്ഷെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി അത് കൃത്യമായി ഉപയോഗിച്ച് നമ്മൾ കണ്ടതാണ്. അവരുടെ കയ്യിൽ യൂണിഫോം സിവിൽ കോഡ് കൊടുത്താൽ എന്താകും എന്നാണ് നമ്മളുടെ ലോ കമ്മീഷൻ പറഞ്ഞതും നമ്മളുടെ ആശങ്കയും. അതും കൂടി പറഞ്ഞ് ഞാൻ ഷീബ ചേച്ചിയെ വിളിക്കുകയാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ നേരത്തെ തന്നു കഴിഞ്ഞു. ഇനി ചേച്ചി ഇഷ്ടമുള്ളത് സംസാരിക്കും. ചേച്ചിക്ക് അറിയാം എങ്ങനെ പറയണം എന്നുള്ളത്. നിങ്ങൾക്ക് ഇൻട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ചേച്ചി സംസാരിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചേച്ചിയോട് സംസാരിക്കാവുന്നതാണ്. സ്വാഗതം. താങ്ക് യു ആശ. എന്തായാലും ഖദീജയും ആശയും തുടക്കത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ഒരുവിധം നമ്മളെല്ലാവരും കുറേ ബോധവാന്മാരാവുന്നുണ്ട് നമ്മൾക്കുള്ള നിയമപരിരക്ഷയെക്കുറിച്ച്. എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യം, ഒരു മനുഷ്യന്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എങ്ങനെ ജീവിക്കാനുള്ള അവകാശമുണ്ടോ ആ അവകാശം സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും അടങ്ങുന്ന ആണും പെണ്ണും എല്ലാവരും, ഐ മീൻ ആണും പെണ്ണും അല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സും എല്ലാവരും അടങ്ങുന്ന എല്ലാ മനുഷ്യനും ഒരേപോലെ ജീവിക്കാനുള്ള അവകാശം ഈ ലോകത്തുണ്ട്. ആ ഭൂമുഖത്ത് അതിനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള നിയമപരിരക്ഷ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള എന്നൊക്കെ പറയുന്നത്, നമ്മൾ സ്ത്രീകൾ അത് എടുത്ത് ഉപയോഗിക്കാൻ തയ്യാറാവാതെ ഇരുന്ന കുറേ കാലങ്ങൾ കൊണ്ടാണ്. നമ്മളെ കാലങ്ങളായി നമ്മൾക്ക് എല്ലാം നമ്മളെ അടിച്ചമർത്തിക്കൊണ്ട് നമ്മളുടെ മുകളിൽ ഭയങ്കര ഒരു മെയിൽ ഡോമിനേഷൻ കാലാകാലങ്ങളായിട്ട് വന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സ്ത്രീകളുടെ നിയമങ്ങളെക്കുറിച്ച് മാത്രം പറയേണ്ടി വരുന്നൊരു അവസ്ഥ നമുക്കുണ്ടായത്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, നമ്മളിനി അതിന് കൊടുക്കേണ്ടതില്ല, അതിനു വേണ്ടി നിന്ന് കൊടുക്കേണ്ടതില്ല. നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഉള്ളിലെ സ്പാർക്കിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾക്ക് എല്ലാ മനുഷ്യനും ജീവിക്കുന്ന അതേ അവകാശത്തോടു കൂടി ആരും ജീവിക്കുക തന്നെ വേണം. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, അതിലിപ്പോൾ എല്ലാം വരും. ഞാൻ ഈ ഖദീജയും ആശയും പറഞ്ഞതൊന്നും പറയുന്നില്ല. തുല്യവേതനമായാലും എല്ലാം തന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ പറയാറുണ്ട്. ഞങ്ങളുടെ അവിടെ കുറച്ച് പെൺകുട്ടികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒരു ദിവസം വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, കുറച്ച് ഉറക്കനെ വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഓഫീസിൽ ഒരു സ്റ്റാഫ് മീറ്റിംഗ് നടത്തേണ്ടി വന്നു. കുറച്ച് ഉറക്കനെ സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾ പറയണം, നിങ്ങളുടെ ആ സംസാരിച്ച ആളുടെ മുന്നിലിരിക്കുന്നത് ഒരാണായിരുന്നെങ്കിൽ അതേ ലാംഗ്വേജിൽ അതേ ഒച്ചയിൽ സംസാരിക്കുമായിരുന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ നിങ്ങൾ തിരിച്ചു പറയണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു ആണിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിതപ്പെടുത്തൽ നേരെ മറിച്ച് പെണ്ണിനോടില്ലാതെ നമ്മൾ ഓരോ ചെറിയ സ്ഥലങ്ങളിലും നമ്മൾ അതിൻ്റെ ഭാവവ്യത്യാസങ്ങൾ നമ്മൾ കാണാറുള്ളതാണ്. ഇതൊന്നുമല്ലാത്ത കുറച്ച് മനുഷ്യരെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് കുറേ മനുഷ്യർ ഇതൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞാലും, ഈ നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാലും അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത കുറേ മനുഷ്യരെ ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട്. കുറേ സ്ത്രീകളെ ഞാൻ കാണുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞുമായി ജീവിക്കുന്ന ഒരു സ്ത്രീ, ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ 2-3 എണ്ണം പറഞ്ഞിട്ട് എൻ്റെ പോയിൻ്റ് ഞാൻ പറയാം. അതായത് ഒരു തീരെ സുഖമില്ലാത്തൊരു കുഞ്ഞുമായി ജീവിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് അത്രയധികം ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്നു, അടിയും അത്ര പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അവസാനം ഈ സ്ത്രീ കുളത്തിൽ ചാടുന്നു, മരിക്കാൻ വേണ്ടി കുഞ്ഞിനെയും കൊണ്ട് കുളത്തിൽ ചാടുന്നു. കുഞ്ഞു മരിക്കുന്നു, സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നത് ഈ ഭർത്താവ് തന്നെ വെള്ളത്തിൽ ചാടി സ്ത്രീയെ രക്ഷപ്പെടുന്നു, കുളത്തിൽ ചാടി. ഉടൻ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് സ്ത്രീ കുഞ്ഞിനെ കൊന്നയാളും മറ്റേ പുരുഷൻ രക്ഷകനുമായി മാറുന്നു എന്നുള്ളതാണ്. പിന്നെ കൊടുക്കുന്ന നിയമം മുഴുവൻ അങ്ങനെയാണ്. ആ രക്ഷിച്ച പുരുഷനുള്ള നിയമം വേറെ, ഈ കുളത്തിൽ ഗതികെട്ട് മരിക്കാൻ ചാടി കുഞ്ഞ് മരിച്ചുപോയി സ്ത്രീക്ക് കൊടുക്കുന്ന ശിക്ഷ വേറെയുമാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ അത്രയും ഞാൻ പറയുന്നതൊക്കെ സുഖമില്ലാത്ത കുട്ടികളുടെ അമ്മമാരെ കുറിച്ചാണ് കേട്ടോ. അവർക്ക് ആ സ്ത്രീക്ക് കുറേ നാളുകളായിട്ടൊരു 8-10 കൊല്ലമായിട്ട് ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നൊരു സ്ത്രീ, അവരെ ഒരു ദിവസം പെട്ടെന്ന് ആ കുട്ടിയുടെ അച്ഛൻ വന്ന് അത്ര വലിയ രോഗമുള്ളൊരു കുട്ടിയെ അച്ഛൻ എടുത്തു കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ സ്ത്രീ ഭയങ്കര കരഞ്ഞ് വിളിക്കുന്നു, നമ്മൾ എന്നെ ഒന്ന് രക്ഷിക്കണം, എൻ്റെ കുട്ടിയെ കൊണ്ടുപോയി, മരുന്ന് പോലും കൊണ്ടുപോയിട്ടില്ല അയാളെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 10 വർഷമായിട്ട് നോക്കുന്ന ഞാൻ ഇതുവരെ ഈ കുട്ടിയുടെ അച്ഛനെ കണ്ടിട്ടില്ല.
ഞങ്ങളുടെ ഫയലിൽ എവിടെയും ഈ ഒരു കുട്ടിയുടെ അച്ഛൻ പ്രത്യക്ഷപ്പെടുന്നില്ല, അമ്മ മാത്രമാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത്. പെട്ടെന്ന് എങ്ങനെയാണ് ഒരു അച്ഛൻ ഉണ്ടായത്? അപ്പോൾ ഞാൻ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് പറയുന്നു, അപ്പോൾ പോലീസ് എന്താണ് നിങ്ങളെ കുട്ടിയെ എടുക്കാൻ ആളെ പറഞ്ഞേക്കത്? ഈ സ്ത്രീ കുറേ നേരമായാലും ഇവിടെ വന്ന് തലതല്ലി കരയുന്നു. അത് മാഡം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ആ സ്ത്രീക്കൊരു പ്രശ്നമുണ്ട്. അതാണ് അവരുടെ ഭർത്താവ് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയത്. എന്താ പ്രശ്നം? അവർക്ക് വേറെ എന്തോ ഒരു ബന്ധമുണ്ട്, ഒരു അവിഹിത ബന്ധമുണ്ട്. ഞാൻ വടി മീൻ, എന്താണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന അവിഹിതം? അത്രയും സുഖമില്ലാത്തൊരു കുഞ്ഞുമായി ജീവിക്കുന്ന ഒരു സ്ത്രീ ഏതോ ഒരാൾ അവരുടെ സങ്കടം കണ്ട് സഹായിക്കാൻ വരുമ്പോൾ അത് അവിഹിതമാക്കുകയും ഈ കുഞ്ഞിനെ എടുത്തു കൊണ്ടുവരാൻ പോലും തയ്യാറാവാത്ത ഒരു പോലീസ് സ്റ്റേഷനും പോലീസ് അധികാരികളും ഉള്ളതാണ് നിയമം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ ഫയൽ അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് പറഞ്ഞ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്ര ആളുകൾക്ക് അങ്ങനെ ഒരു ഷീബ മീർ പോയി വിളിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് അവരുടെ നെയ്ക്കഡായിട്ടുള്ള അവർ കുളിച്ച് വരുമ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് അവരുടെ സുഹൃത്തുക്കൾക്ക് അയക്കുകയും വളരെയധികം ഫിസിക്കൽ ടോർച്ചർ ചെയ്യുന്ന ഒരു സ്ത്രീ. കുട്ടിക്ക് ബ്രെയിൻ ട്യൂമറാണ്. ഈ കുട്ടിയുമായിട്ട് അവർക്ക് ഓടിപ്പോവാൻ ഒരു സ്ഥലവുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ സ്ത്രീക്ക് എവിടെ പോകാനാണ് അവർ? എന്നിട്ട് അവരുടെ മഹലിൽ നിന്നും, ബാക്കിയൊന്നും ഞാൻ പറഞ്ഞത് മുസ്ലിം കേസുകളല്ല, ഇത് മാത്രമാണ് ഒരു മുസ്ലിം കുട്ടിയുള്ളത്. അവരുടെ മഹലിൽ നിന്നും ആൾക്കാർ എന്നെ കാണാൻ വരുന്നു, നിങ്ങൾ അവരെ തിരിച്ചയക്കണം എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ പ്രൊട്ടക്ഷനിൽ ആ കുട്ടി ഇവിടെ ഉണ്ട്, ഇപ്പോഴും അവരിവിടെ ഉണ്ട്. ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമറാണ്. ഏത് സമയം ആ കുഞ്ഞ് മരിച്ചു പോകും. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ അവരുടെ കൂടെ പോവില്ല. അപ്പം നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വയ്യാത്ത ഏതൊരു മനുഷ്യനും അത്രയും എന്താ പറയുക സ്നേഹം ആഗ്രഹിക്കുന്നത്, അതേ സ്വന്തം കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറായി ഏത് നിമിഷവും മരിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നൊരു കുഞ്ഞിൻ്റെ അടുത്ത് ആ അമ്മയ്ക്കൊരു സമാധാനമായി നിൽക്കാൻ സമ്മതിക്കാതെ ഇത്രയും ടോർച്ചർ ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ എന്ത് മഹലിലെ സെക്രട്ടറി ആവട്ടെ ആരും ആവട്ടെ നിങ്ങൾ എങ്ങനെയാണ് അവരോട് വിളിച്ച് ചെല്ലാൻ പറയുക എന്ന് പറയുന്നത്? അവിടെയും നിയമം അവർക്ക് ഒപ്പമല്ല. ഈ സ്ത്രീ ഭർത്താവ് നോക്കാമെന്ന് പറയുന്നു, അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ലേ എന്നുള്ളതാണ് അവരുടെയും പ്രശ്നം. അതേപോലെ തന്നെ ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായിട്ട്, അത്രയും സുഖമില്ലാത്ത കുഞ്ഞുമായിട്ട് ജീവിക്കുകയാണ്. ആ കുഞ്ഞുമായിട്ട് ജീവിക്കുമ്പോൾ ഭർത്താവ് അത്ര ടോർച്ചർ ചെയ്യുന്നു. ജീവിതം മടുത്ത് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ മണ്ണെണ്ണ ഒഴിക്കുന്നു. എന്നാലും അവർക്ക് ഈ സുഖമില്ലാത്ത കുഞ്ഞിനെ ഇട്ട് മരിക്കാനുള്ള സാധ്യതയില്ല. അവസാനം അവർ മണ്ണെണ്ണ ഒഴിച്ചിട്ടും തീ കൊളുത്താതെ അവർ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നു. അയാൾ പിന്നെയും ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് തീ കൊളുത്താത്തത് എന്ന് അയാളുടെ അങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യം കൊണ്ട് അവർ തീ കൊളുത്തുന്നു. പിന്നത്തെ ദിവസം മരിക്കുന്നു. ഞാനിത് പറയുന്നത്, നമ്മൾ നിയമം കൊണ്ട് നമ്മൾ സാധാരണ കുറച്ചുകൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുടെ നിയമം കൊണ്ട് പരിരക്ഷ കൊടുക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആശയടക്കമുള്ള ആൾക്കാരോട് പറയുകയാണ്, ഇവർക്ക് നിയമം മാത്രമേ തുണയുള്ളൂ എന്നുള്ളതാണ്. അവർക്ക് വേറെ ഒന്നും തുണയില്ല. ഇപ്പോൾ എല്ലാവരും ആഘോഷിച്ചൊരു സിനിമയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമ. ആ സ്ത്രീ കുറേ ടോർച്ചർ അനുഭവിക്കുന്നു. അതിലെ നായിക ഇറങ്ങിപ്പോകുന്നു സ്വന്തം വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു സാധനമൊക്കെ തുടങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു പോസിറ്റീവ് ഇത് കാണിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് അവിടുന്ന് ഇറങ്ങിപ്പോരാൻ പറ്റായികയുണ്ട്. അത്ര സുഖമില്ലാത്ത കുട്ടിയുണ്ട്. സുഖമില്ലാത്ത കുട്ടിയുമായി ഇറങ്ങിപ്പോന്നാൽ തന്നെയും എത്തിച്ചേരാനൊരു ഇടമില്ലായകയുണ്ട്. കാരണം ഒരു വീട്ടിലേക്കും ഈ സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ടുവരുന്ന ഒരു സ്ത്രീയെ ആക്സെപ്റ്റബിൾ അല്ലാത്തതുണ്ട്. മാത്രമല്ല അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും പറ്റാത്ത അവസ്ഥയുമുണ്ട്. അപ്പം നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ശീതളിനെ ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ശീതൾ എൻ്റെ ഇപ്പുറത്തിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നത്. അതായത് അവരുടെ ശബ്ദം അവർ ഉണ്ടാക്കി കഴിഞ്ഞു, അവർ കേൾപ്പിച്ചു കഴിഞ്ഞു. അതിനുള്ള നിയമങ്ങൾ നമ്മൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ അതിനുള്ള നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. ഇവർക്ക് നിയമം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അവരെ പുതിയ അങ്ങനത്തെ ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം. നമ്മളത് സ്റ്റേറ്റിനോട് പറയാൻ നമ്മൾ എഴുതി തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് എല്ലാവരും ഒപ്പം നിൽക്കണം എന്ന് പറയും. താങ്ക് യു ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ, ജീവിത യാഥാർത്ഥ്യങ്ങളെ തൊട്ട് തന്നെയായിരിക്കും ഷീബ ചേച്ചി സംസാരിക്കേണ്ടാവുകയെന്ന്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡൊമസ്റ്റിക് വയലൻസിന് അനുഭവിക്കുന്ന സ്ത്രീകൾ അവരുടെ സ്വന്തം പേരിൽ വീടോ അവർക്ക് വരുമാനമൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. പക്ഷെ ഒരു നിമിഷത്തിൽ
അവർ ജീവിതം ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ, അതിന് പ്രേരകനാകുന്ന ആൾ രക്ഷകനാണ് എന്ന രീതിയിൽ കണക്കാക്കുന്നു, ഇവർ കുറ്റവാളിയായി മാറുന്നു, അല്ലെങ്കിൽ ഇവരുടെ ജീവിതം അങ്ങനെ എത്തിച്ച ആളെ ആരും ശിക്ഷിക്കുന്നില്ല എന്നൊക്കെ. ഇത് അറിവിൻ്റെ കുറവ്, ആ സ്ത്രീയുടെ അറിവിൻ്റെ കുറവല്ല. ഇവിടെ വിഷയം ഈ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഈ പോലീസുകാരുടെ അറിവിൻ്റെ കുറവാണ്. അതായത് ഇപ്പോൾ നാളെ അവരെ പോലീസ് അക്കാഡമിയിൽ വിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് കാര്യമില്ല. അവരുടെ അറിവ് വേണ്ടത് അവരുടെ ആറ്റിറ്റ്യൂഡിലെ മാറ്റം വരുത്തിക്കൊണ്ടാണ്. അവരുടെ മുന്നിൽ വന്ന് പരാതി പറയുന്ന ഒരു സ്ത്രീ ആ പരാതി പറയുമ്പോൾ ആ പരാതിക്കൊരു സൊല്യൂഷൻ നമ്മുടെ നാട്ടിൽ നിയമത്തിലുണ്ട്. ഇനി ഇല്ലയെന്ന് തന്നെ വിചാരിക്കൂ, ഇല്ലയെന്ന് വിചാരിച്ചാൽ പോലും നിലവിലുള്ള നിയമങ്ങളെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഗുണകരമായി മാറ്റേണ്ടത് എന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച അവർക്ക് ഉണ്ടാവണമെങ്കിൽ അവർ സ്വാംശീകരിക്കണം ഈ ജെൻഡർ ജസ്റ്റിസ് എന്ന വാക്ക്, ലിംഗനീതി എന്ന വാക്ക് അവരത് സ്വാംശീകരിക്കണം. ഇപ്പം ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരിക്കും ഒരു കുട്ടിക്ക് തോന്നുക ഞാൻ പെൺകുട്ടിയല്ല, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ശീലങ്ങളോ ഇഷ്ടങ്ങളോ എനിക്ക് ഇഷ്ടാവുന്നില്ല. ആ കുട്ടി പറയണോ എനിക്ക് പാൻറ് ഷർട്ട് ഇടണം. ഉടനെ അതിനെ കൊണ്ടുപോയി വല്ല മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോവുകയോ സൈക്കോളജിസ്റ്റിൻ്റെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി അതിനെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യും. ഗതി കെട്ട് ചിലപ്പോൾ ആ കുട്ടി 10 വയസ്സോ 12 വയസ്സോ അല്ലെങ്കിൽ എന്താ പറയുക, അത് 18 വയസ്സൊക്കെ ആവുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അതോടുകൂടി ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്നു, ആ കുട്ടിയുടെ ജീവിത സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നു, നാട് നഷ്ടപ്പെടുന്നു, എല്ലാ സംവിധാനങ്ങളും നഷ്ടപ്പെട്ട് ഏതോ ഒരു നാട്ടിൽ പോയിട്ട് അഭയം പ്രാപിക്കേണ്ടി വരികയാണ്. അത്തരം കുട്ടികളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ അവരുടെ വീട്ടിലേക്കുള്ള ആ ഒരു എൻട്രി എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? അവർക്ക് സ്വത്തിലുള്ള അവകാശം, അവരുടെ വിദ്യാഭ്യാസത്തിലുള്ള അവകാശം, അവർ ജീവിക്കാനുള്ള അവകാശം, ഇത്തരം വലിയ വിഷയങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാനും കൂടിയുണ്ട്. ഇതൊക്കെ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ നമ്മുടെ മുന്നിൽ വരുന്ന ഈ കേസുകളെ എങ്ങനെയാണ് ഓരോരുത്തരും നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ അവരെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പോരാ, പുതിയതായിട്ടൊരു നിയമം വേണം, ഇൻക്ലൂസീവ്നെസ്സിന് വേണ്ടിയിട്ട് ഒരു നിയമം വേണം എന്ന രീതിയിൽ ട്രാൻസ്ജെൻഡർ പോളിസിയും ട്രാൻസ്ജെൻഡർ പോളിസിക്ക് അനുസൃതമായിട്ടുള്ള ആക്റ്റും ഒക്കെ കൊണ്ടുവരുന്നത് അത് നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ പോരാട്ടം കൂടി നമ്മൾ കേട്ടിട്ട് നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ആ പോരാട്ടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള, കേരളത്തിൽ ഇത്രമാത്രം വിസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ശ്യാം ശീതൾ എന്ന് നമ്മൾ വിളിക്കുന്ന ശീതളിനെ ഞാൻ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ വേദിയിൽ സ്ത്രീകളും നിയമങ്ങളും എന്നുള്ള ചർച്ച തുടരുകയാണ്. എൻ്റെ കൂടെ ഇരിക്കുന്നത് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഈ പാനൽ എന്ന് പറയുന്നത് വർഷങ്ങളോളം ഈ ജില്ലയിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് ഇതിൽ ഖദീജേഷി ഒഴികെ ബാക്കി 2 പേരും ഈ ജില്ലക്കാരാണ്. അവരോടൊപ്പം പ്രവർത്തിക്കുകയും എനിക്ക് തോന്നുന്നു ഒരു കുടുംബം പോലെ, ഇപ്പോൾ ഷീബമ്മയ്ക്കാണെങ്കിൽ ഒരു കുടുംബമാണ്. ഒരുപാട് ഞങ്ങളുടെ മനുഷ്യർക്ക് വേണ്ടിയൊക്കെ സഹായം ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ ഇരിക്കുന്നത്. ആശി ചേച്ചിയാണെങ്കിൽ ഇപ്പോഴും നിയമത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒന്ന്, ഇത്തരം ഒരു പാനലിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഈ പാനലിനെ കുറിച്ച് ശീതളിന് എന്താണ് സ്ത്രീകളുടെ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഇരിക്കാൻ അർഹത എന്നുള്ള കുറേ ചോദ്യങ്ങൾ വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിന് മറുപടി കൊടുക്കേണ്ട, പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ടല്ലോ. അപ്പം നമുക്കറിയാം സ്ത്രീകളുടെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്. ഇപ്പോൾ ഭരണഘടന റൈറ്റപ്പ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? ഇത്രയധികം 200 സംതിങ് പേരുടെ പേര് പറഞ്ഞു. അതിൽ മലയാളിയായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ദളിത് വുമൺ. അവരുടെ പേരറിയാവുന്ന എത്ര പേരുണ്ടെന്നാണ് അല്ലേ? നമുക്കറിയില്ല. ദശായിണി വേലായുധൻ്റെ പേര് അറിയുന്ന എത്ര ആളുകളുണ്ട്? അവരൊരു ദളിത് സ്ത്രീ ആയിരുന്നു എന്നുള്ളത് അറിയുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ ഒരു കോറം ഉണ്ടായിരുന്നു, അവരാണ് ഭരണഘടന റൈറ്റപ്പ് ചെയ്തതെന്നുള്ളത് അറിയുന്ന എത്ര പേരുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനൊരു ചോദ്യം നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരാളുണ്ട്. അതായത് ഫെമിനിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെമിനിസ്റ്റിൻ്റെ ഐഡിയോളജി ഇങ്ങനെയായിരുന്നു. ആദ്യം അവർ പറയുന്നത് വട്ടപ്പൊട്ട് തൊട്ട സാരി ഉടുത്ത കോളറിനൊക്കെയുള്ള സ്ത്രീകളായിരുന്നു എന്നായിരുന്നു ഒരു 80-90 പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ചുവന്ന് ചായം തേച്ച ക്ലീവേജ് കാണിക്കുന്ന ജീൻസ് ഇട്ട അല്ലെങ്കിൽ ആണുങ്ങളെ വശീകരിക്കാനുള്ള മോശം ഡ്രസ്സ് ഇട്ട സ്ത്രീകളാണ് ഫെമിനിസ്റ്റുകൾ എന്നാണ്. അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നതിൻ്റെ ആശയത്തെ പിന്നെ ഒന്നുകൂടി ഉണ്ട്, മുടിയില്ലാത്തവർ, മുടി ബോബിയും നമ്മൾ സൗകര്യപൂർവ്വം ആണാവാൻ വേണ്ടി മുടിയൊക്കെ വെട്ടിക്കളഞ്ഞ് നടക്കുന്ന ഫെമിനിസ്റ്റുകൾ.
അപ്പോൾ ഇതാണ് സാമൂഹ്യ ബോധം നിലനിർത്തുന്നത്. ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഇതിനെക്കുറിച്ചുള്ള നോളജാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 8-ാം തീയതിയാണ് വുമൻസ് ഡേ ആചരിക്കുന്നത്. ആ ദിവസം കോളേജുകൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാറുള്ള ഒരാളാണ്, റിസോഴ്സ് പേഴ്സണാണ്. അപ്പം മിക്കപ്പോഴും അവിടെ പെൺകുട്ടികളെ നിർബന്ധിച്ചാണ് കൊണ്ടുവന്നിരുത്തുന്നത്. ശരിക്കും ഇത് കേൾക്കേണ്ടത് പെൺകുട്ടികൾ മാത്രമല്ലല്ലോ, അധ്യാപകർക്ക് പോലും ഇത് കേൾക്കുന്നത് പ്രശ്നമാണ്. അപ്പം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അവയർനെസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ സെഷന് തന്നെ വേറെ ഏതെങ്കിലും ഒരു സിനിമയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യമൊക്കെയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ടാകും. കാരണം ഇത് ആളുകളുടെ ധാരണ, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, എന്താണ് സ്ത്രീകളുടെ അവകാശം, സ്ത്രീകൾക്ക് ഇത്രയൊക്കെ അവകാശം മതി എന്ന് വിചാരിക്കുന്ന ഒരു ആളുകളാണ്. അപ്പം ഫെമിനിസം നമ്മൾ 80കളിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഫെമിനിസ്റ്റിൻ്റെ ഐഡിയ? ഒന്ന് വളരെ എലീറ്റായിട്ടുള്ള സാമ്പത്തികമായും ഐഡൻറ്റിറ്റിയിലും വിദ്യാഭ്യാസപരമൊക്കെ ഉയർന്ന സ്ത്രീകളുടെ ഫെമിനിസത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കീഴാള സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ദളിത്, ട്രൈബൽ, മുസ്ലിം സ്ത്രീകൾ, ട്രാൻസ് ഒക്കെയുള്ള ആളുകളുടെ ഫെമിനിസത്തെക്കുറിച്ച് അതിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് സംസാരിക്കുന്നത്. പിന്നീട് ഒരു 90കളിലാണ് നമ്മൾ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആ സമയത്തും കൂടെയാണ് ഫെമിനിസ്റ്റിൻ്റെ ഇടയിൽ തന്നെ ഫീമെയിൽ സെക്സ് വർക്കേഴ്സ്, PLHIV, പീപ്പിൾ വിത്ത് ലിവിങ് ഇൻ HIV ആൻഡ് എയ്ഡ്സ്, അങ്ങനെയുള്ള സ്ത്രീകളുടെ ഫെമിനിസം കൂടിയും വരുന്നത്. പ്രത്യേകിച്ച് പേഷ്യൻസ്, രോഗാതുരരായിട്ടുള്ള സ്ത്രീകൾ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകൾ, ഡിസബിലിറ്റി ഉള്ള സ്ത്രീകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഫെമിനിസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. പിന്നെയാണ് 90കളിൽ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുക. ജെൻഡറിൻ്റെ ജെൻഡറിൻ്റെ പൊളിറ്റിക്സ്, ജെൻഡറിൻ്റെ ഹിസ്റ്ററി, ജെൻഡറിൻ്റെ സമരങ്ങൾ, ഇതൊക്കെ നമ്മൾ സംസാരിച്ച് വന്ന പിന്നീട് ഒരു 2000-ലാണ് നമ്മൾ ഇതിനെ സംസാരിക്കുന്നത്, ക്യൂർ ഐഡൻറ്റിറ്റി എന്നുള്ളത്. പക്ഷെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഇൻ്റർസെക്ഷനാലിറ്റിയെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തലം തന്നെ വേറെയാണ്. ആസ് എ വുമൺ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ തന്നെ ഞാനൊരു ദളിതായിരിക്കുക, അതേസമയം ഞാനൊരു PLHIV ആയിരിക്കുക, അങ്ങനെ പലതരത്തിലുള്ള ഐഡൻറ്റിറ്റി ക്രൈറ്റീരിയ, ഐഡൻറ്റിറ്റി ഡിസ്കോഴ്സ് ഒക്കെ അനുഭവിക്കുന്ന ഒരു തലമുണ്ട് ഒരു വ്യക്തിക്ക് തന്നെ. അപ്പോൾ നമ്മൾ സ്ത്രീ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള സ്ത്രീകൾ, അത് സിസ്ജെൻഡർ സ്ത്രീയാണോ, ട്രാൻസ് സ്ത്രീയാണോ, ട്രാൻസെക്ഷൽ സ്ത്രീയാണോ, ലെസ്ബിയൻ വുമൺ ആണോ, ബൈസെക്ഷൽ വുമൺ ആണോ, ഇൻ്റർസെക്സ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ജെൻഡർ ഫ്ലൂയിഡ് ആണോ, ജെൻഡർ ന്യൂട്രൽ ആണോ. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഐഡൻറ്റിറ്റിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്കിതിനെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ. അപ്പം എങ്ങനെയാണ് നമ്മൾ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് ഈ കാലഘട്ടത്തിൽ? അതും നമ്മൾ സംസാരിക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് നമ്മൾ ആലോചിക്കണം. നേരത്തെ ഖദീജ ചേച്ചി പറഞ്ഞതുപോലെ വളരെ കലുഷമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഇവിടെ നടന്നിട്ടുള്ള സ്ത്രീകളുടെ പരിപാടിയിലാണ് ഒരു പ്രമുഖ നടി വന്നിട്ട് നമ്മൾ നല്ലൊരു ഭരണാധികാരി കീഴിൽ സുരക്ഷിതരാണ് സ്ത്രീകളായിട്ടുള്ള എല്ലാവരും. അതെങ്ങനെയാണ് പറയുന്നത്? സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റുന്ന ഇൻഡെക്സിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തെ നോക്കിയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ അത്തരം കള്ളത്തരങ്ങൾ പറയുന്ന ആളുകൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതിനെങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? കാരണം ഇവിടെ സ്ത്രീകൾ മാത്രമല്ല ഈ ആനുകാലിക സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. മാധ്യമപ്രവർത്തകർ, സ്ത്രീകൾ, എഴുത്തുകാർ, സാഹിത്യ പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ, ക്യൂർ മനുഷ്യരൊക്കെ ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ, സ്റ്റിഗ്മ, ഹറാസ്മെൻറ്റ് ഒക്കെ നേരിടുന്നുണ്ട്. അപ്പം നിരന്തരമായിട്ടുള്ള ഒരു പോരാട്ടങ്ങൾക്കൊപ്പം നമ്മൾ നടക്കുമ്പോൾ പോലും നമ്മൾ ഇതിനെയൊക്കെ തരണം ചെയ്തിട്ട് വേണം മുൻപോട്ട് പോകാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒന്ന്, ഡൊമസ്റ്റിക് വയലൻസിന് ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അത് പുരുഷന്മാരെ അടിക്കാനുള്ളൊരു വടിയാണെന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. മാത്രമല്ല അത് പറയുന്നത് സ്ത്രീകളടക്കമുള്ള ആളുകളാണെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇപ്പം അതിജീവിതയുടെ കേസ് വന്നപ്പോൾ തന്നെ വിവിധ കോണുകളിൽ നിന്നുള്ള ഒരു സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പലപ്പോഴും അതിജീവിക്കൊപ്പം നിൽക്കണമോ, അവർ പറയുന്ന ക്ലാരിറ്റിയുള്ള കാര്യമാണോ, സത്യം ആരുടെ ഭാഗത്താണ്? അപ്പോൾ സത്യത്തെ വളച്ചൊടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഈ പറയുന്ന ഇപ്പം ഇന്നലെ വരെ മാധ്യമങ്ങളും സ്ത്രീകളും എന്ന ചർച്ചയ്ക്കിടയിലാണ് ഒരു മീട്ടു ആരോപണം ഉന്നയിച്ചൊരു സ്ത്രീ പറയുന്നത്, ഇത്തരം ആൾക്കാരെ നമ്മൾ ഇത്തരം സാഹിത്യ ചർച്ചകളിൽ പോലും അവരോടൊപ്പം ഒരുമിച്ച് വേദി പങ്കിടേണ്ട അവസ്ഥ വരുന്നു എന്നുള്ളതാണ്.
ഇതിനു മുമ്പ് തന്നെ ഒരു സ്ത്രീ ഫേസ്ബുക്കിൽ എഴുതിയിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ചയിൽ ഒരാൾ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പോലും നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് ഉള്ള ഒരു ആലോചന കൂടിയും ഈ കാര്യത്തിൽ ഉണ്ടെന്നുള്ളതാണ്. ആരെയും സംശയമായിട്ട് സമീപിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. അത് പലതരത്തിലുള്ള അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ എപ്പോഴും നമ്മൾ പറയുന്നത് ഈ പീഡനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ പുരുഷൻ സ്ത്രീയെ ഉപദ്രവിക്കുക, അവരെ സെക്ഷൽ ഹറാസ് ചെയ്യുക എന്നുള്ളതിലുപരി നേരത്തെ ഷീബാമ പറഞ്ഞ കാര്യം വളരെ വിപുലമായിട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ സെക്ഷൽ ആക്ടിവിറ്റിയിൽ, ലൈംഗിക പ്രക്രിയയിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ധാരണയുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതിൽ പലപ്പോഴും ഒരു കൊടുക്കൽ വാങ്ങലാണ്, അതായത് ലൈംഗികതയെ കൊടുക്കലും വാങ്ങലുമാണ്. അപ്പോൾ അവിടെ പലപ്പോഴും അതിനെ ഡോമിനേറ്റ് ചെയ്യുന്നത് പുരുഷനാണ്. പലപ്പോഴും ഈ പോണോഗ്രാഫി ചിത്രീകരിക്കുന്ന പുരുഷൻ്റെ ഒരു ഇതിലാണ്. അത് പലപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെയാണ് പറയുന്നത്. അയാൾക്ക് കുറച്ച് നാൾ അയാൾ വിദേശത്തായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഇത് ചിത്രീകരിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് മാസ്ട്രുബേറ്റ് ചെയ്യാനാണ്, ഇത് കണ്ട് മാസ്ട്രുബേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതിന് നിന്ന് കൊടുക്കും. പക്ഷേ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഇത് പല സൈറ്റുകളിൽ ഇത് അപ്ലോഡ് ചെയ്ത് ഇതുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ മുഖം മറയ്ക്കാതെയും മുഖം മറച്ചും സ്ത്രീകളുടെ ശരീരത്തെ വളരെ കൃത്യമായിട്ട് ഉപഭോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉപഭോഗ വസ്തുവായി കാണുന്ന ഒരു സവിശേഷതയിൽ നിന്ന് നമുക്ക് മാറാൻ സാധിച്ചിട്ടില്ല. പിന്നെ സ്ത്രീകൾ എപ്പോൾ ഇറങ്ങി നടക്കണം, എപ്പോൾ പുറത്തു പോകണം, എന്ത് അഭിപ്രായം പറയണം, ഏത് തൊഴിൽ ചെയ്യണം, ഏത് സ്വപ്നം കാണണം, ആരെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുന്ന വലിയൊരു സാമൂഹ്യ സാഹചര്യത്തിൽ നിൽക്കുന്നൊരവസ്ഥയിൽ ഷീബാമ പറഞ്ഞ പോലെ നിയമം ഒരു സാധ്യതയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിയമത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൃത്യമായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ലെവലിൽ പോവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ 2 കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു, സമയം വളരെ പരിമിതമാണ്. ഒന്ന്, ഇന്നത്തെ ടുഡേ ന്യൂസ്. ഒന്ന്, ബഹുമാനോട് ദേവസ്വം മന്ത്രി പറഞ്ഞത് കപട ഭക്തരാണ് ശബരിമലയിൽ പ്രശ്നമുണ്ടാക്കിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് തേങ്ങ എറിഞ്ഞിട്ടുള്ള അയ്യപ്പൻ്റെ ആരാധകന്മാരാണോ അതോ അവിടെ കയറിയിട്ടുള്ള സ്ത്രീകളാണോ എന്നുള്ള കാര്യത്തിലാണ് കൺഫ്യൂഷൻ. അപ്പോൾ അവരൊക്കെ വ്യത്യസ്ത തലങ്ങളിലുള്ള സ്ത്രീകളാണ് എന്നുള്ളതാണ്. അതിൽ 2-3 പേര് ദളിത് വുമൻസ് ആണെന്നുള്ളതാണ്, പിന്നെ ഒരാൾ മുസ്ലിം വുമൺ ആണെന്നുള്ളതാണ്. അപ്പം അയ്യപ്പൻ എപ്പോഴാണ് ഒരു സവർണ ദൈവമായതെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ടല്ലോ. എപ്പോഴാണ് അയ്യപ്പനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിയെന്നുള്ളത്. മറ്റൊന്ന്, സാക്ഷി മാലിക്കിനെ പോലുള്ളൊരു കായിക താരം ഇന്ന് ട്വീറ്റ് ചെയ്തിട്ടുള്ളതാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ മാനം കാക്കാനായിട്ട് കായിക മന്ത്രാലയം തയ്യാറാവണം. അപ്പം തങ്ങളുടെ ഐഡൻറ്റിറ്റിക്ക് അനുസരിച്ചുള്ള വിവിധ മേഖലയിൽ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഒട്ടും തന്നെ ഇല്ലാത്ത ബഹുഭൂരിപക്ഷം നിൽക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ നിന്നുകൊണ്ട് നിയമത്തെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. അതിന് ചുറ്റുവട്ടത്തുള്ള ആളുകളെക്കുറിച്ച് കൂടി സംസാരിക്കണം. മറ്റൊരു കാര്യം കൂടി, ഇവിടെ സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, ഞാൻ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് പറയാണ്, ഒരു 99-2000 കാര്യത്തിൽ അവരെ കല്ലെറിഞ്ഞ് ഓടിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ഒരുക്കിയത് സംഘമിത്ര എന്ന പ്രോജക്റ്റായിരുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായിരുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നിട്ടുള്ളത്. ഇന്ന് അത്തരത്തിലുള്ള സ്ത്രീകൾ മുൻപോട്ട് വരുന്നുണ്ട്. അവരും മനുഷ്യരെ പോലെ ജീവിക്കേണ്ട ഒരു അവസ്ഥ ആണെന്നുള്ളത് ഇവിടുത്തെ സ്ത്രീകളടക്കം കാണാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ് വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നത്. താങ്ക് യു. നന്നായി സംസാരിച്ചു ശീതൾ. തീർച്ചയായിട്ടും ഒരു ഇൻക്ലൂസീവ്നെസ് എപ്പോഴും ആവശ്യമാണ് എല്ലാ മേഖലയിലും. മാറ്റി നിർത്തപ്പെടുകയാണല്ലോ മനുഷ്യർ ഓരോത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ദേശത്തിൻ്റെയും ഭാഷയുടെയും ലിംഗത്തിൻ്റെയും ഒക്കെ പേരിൽ നമ്മളെങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അരുത്, ഡിസ്ക്രിമിനേഷൻ അരുത് എന്നാണല്ലോ ഭരണകൂടം അല്ലെങ്കിൽ ഭരണഘടനയും പറയണത്. പക്ഷെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം നമുക്ക് സാധ്യമാകുന്നില്ല. അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ആ ഒരു ഇഫക്റ്റ് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അത് വിവേചനത്തിൻ്റെ ഭാഷയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതെല്ലാവിടെയും ഇപ്പം നേരത്തെ ശിവചേച്ചി സൂചിപ്പിച്ചു, ഒരു സ്ഥലത്തിരുന്നിട്ട് ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ സ്ത്രീയോട് പ്രതികരിക്കുന്ന രീതിയും ഒരു പുരുഷൻ സംസാരിക്കുമ്പോൾ പുരുഷനോട് പ്രതികരിക്കുന്ന രീതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അത് ഭാഷയിലാണെങ്കിലും അത് ശബ്ദത്തിലാണെങ്കിലും അത് ബോഡി ലാംഗ്വേജിലാണെങ്കിലും അത് വിസിബിൾ ആകുന്നു. നോക്കൂ, ഇവിടെയെല്ലാം തന്നെ എല്ലാ മേഖലയിലും നമ്മളെടുത്താൽ നമ്മൾ കാണുന്ന ഈ നിയമം, എന്തിനാണ് ഈ നിയമം? ഇപ്പോൾ ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഞാൻ നോക്കിക്കാണുന്ന ഒരു രീതിയാണ്, ചരിത്രത്തെ നോക്കുമ്പോൾ ആദ്യമായൊരു നിയമനിർമ്മാണം നമുക്ക് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്, ഇന്ത്യൻ ജനതയ്ക്ക് നിയമം വേണം എന്ന് പറയുന്നത്
നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലാണ്. അപ്പോൾ റിനൈസൻസിൻ്റെ കാലഘട്ടത്തിൽ സ്വന്തം വീട്ടിലെ സ്വന്തം മേടത്തിനെ കൊല്ലുന്ന സമയത്ത് എന്താണത്? സതി. അപ്പോൾ ഒരു സ്പിരിറ്റഡ് ആയിട്ടുള്ള, അതായത് സോഷ്യലി സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ രാജാറാം മോഹൻ റോയ് വന്ന് പറയാണ്, അയ്യോ അവരെ കൊല്ലരുത്, എൻ്റെ ചേച്ചിമാരെ കൊല്ലാതിരിക്കാൻ, എൻ്റെ ചുറ്റുമുള്ള എൻ്റെ കൂട്ടുകാരെ കൊല്ലാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് നമ്മളുടെ അല്ലാത്ത സർക്കാർ, നമ്മളെ ഭരിക്കാൻ വന്ന ഒരു കമ്പനിയും അതുവഴി ഉണ്ടായിട്ടുള്ള ഒരു ക്രൗണൊക്കെയാണ്. അപ്പോൾ അവരോട് പോയി പറയാണ്, വൈദേശികരായിട്ടുള്ള ആളുകൾക്കെതിരെ സമരം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള ഇദ്ദേഹം പോയി, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മനുഷ്യർ പോയി ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്കൊരു നിയമം തരൂ, എന്താണ്? സതി നിർത്തലാക്കി തരൂ, ഞങ്ങളുടെ ഇവിടെയുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ അവകാശം തരൂ, സതി ഒരു മേർഡറാണ് എന്ന് പറയുന്നത് അപ്പോഴാണ്. അപ്പോൾ ഒരു സാമൂഹ്യ പ്രക്രിയയാണ് അത്, സമൂഹം മാറേണ്ടുന്ന വലിയൊരു പ്രക്രിയയാണത്. കാരണം സ്ത്രീകളെ കൊല്ലാനുള്ളതല്ല, അങ്ങനെ തോന്നിയ പോലെ തീയിലേക്ക് വലിച്ചെറിയാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അത് ക്രൈമാണ്. അതുവരെ കൊല്ലുന്നത് ക്രൈമല്ല. ഒരു ഭാര്യയായിട്ടുള്ള സ്ത്രീയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ അത് ക്രൈമല്ലാതാവുകയും അതിന് പകരം എന്നാൽ സ്ത്രീ മരിക്കുന്ന ചെയ്തതിലേക്ക് പുരുഷനെ വലിച്ചെറിഞ്ഞാൽ അത് ക്രൈമാവുകയും ചെയ്യും. അപ്പോൾ രണ്ട് രീതിയിലുള്ള നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇത്തരം സംഗതിയെക്കുറിച്ച് പറയുമ്പോൾ നിയമത്തെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു ഉപകരണമായിട്ടാണ് ആദ്യമായി അത് ഉപയോഗിച്ചത്. റിനൈസൻസ് അങ്ങനെയാണല്ലോ, എഴുത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ചിന്തയിലൂടെ, നിയമത്തിലൂടെ ഒക്കെ തന്നെ സാമൂഹ്യ പരിവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലോ ഈസ് ഫോർ സോഷ്യൽ എൻജിനീയറിങ്, നിയമം സാമൂഹ്യ പരിവർത്തനത്തിനുള്ളതാണ് എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മേരി റോയുടെ കേസ് പറയുന്ന സമയത്ത് ഒരു സാമൂഹ്യ പരിവർത്തനമാണ് വരുത്തുന്നത്. ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് സ്വത്തവകാശത്തിൽ സ്പേസ് കിട്ടുന്നു, അല്ലേ? പൂർവിക സ്വത്തവകാശത്തിൽ. പക്ഷെ അത് നമ്മൾ തോൽപ്പിക്കുന്നില്ലേ? മക്കളുടെ പേരിൽ, ആൺമക്കളുടെ പേരിൽ, അല്ലെങ്കിൽ എന്നെ നോക്കുന്ന മകൻ്റെ മാത്രം പേരിൽ, അല്ലെങ്കിൽ മകളുടെ മാത്രം പേരിൽ എഴുതി വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഷബാനുവിൻ്റെ കേസ് വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു വലിയ മാറ്റമാണ് വരുന്നതെന്ന്. വലിയ മാറ്റമല്ല, അതും തോൽപ്പിച്ചു ഇപ്പുറത്ത് കൂടെ. ഇങ്ങനെ തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പുറത്ത് ഒരു വലിയ കൂട്ടം മനുഷ്യരുണ്ടാകുക. ഇതെങ്ങനെയാണ് ഈ നിയമത്തെ, സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടുന്ന മനുഷ്യർക്ക് സുഖമായി ജീവിക്കാൻ ഉതകുന്ന നിയമങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അത് തോൽപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിയമത്തെ ഒന്ന് ബ്രോഡായി എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വേണം നമ്മളതിനെ ഉപയോഗിക്കാനായിട്ട്. അത്തരം ചോദ്യങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാ നിയമത്തെയും നമ്മൾക്കനുസൃതമായി ഭേദഗതി ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും അത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയൊക്കെ വേണം. അതിനുവേണ്ടി പുതിയ തലമുറ ഒരുപാട് പേരിരിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷം കൊണ്ട് പുതിയ തലമുറയോട് തന്നെ അവസരം ഉപയോഗിക്കണം, ഞങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് അറിയണം. 12 മിനിറ്റ് ഉണ്ട് അല്ലേ? ചോദ്യം വക്കീലിനോട് ചോദിക്കായിരിക്കും കുറേ ഉത്തമം. ഈ അടുത്ത കാലത്ത് തൃപ്തി ദേശായി ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു, ശബരിമലയിൽ സ്ത്രീകൾ പോകണമെന്ന് പറഞ്ഞു. ആ വിധി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അവിടെ പോയിരുന്ന സ്ത്രീകളെ നാളേരം കൊണ്ട് എറിയായിരുന്നു. നമുക്കറിയാലോ, ജനാധിപത്യത്തിൽ 20-ാം അനുച്ഛേദം അനുസരിച്ച് സ്ത്രീകൾക്കും പുരുഷനും തുല്യ നീതിയാണ്. അവിടെ സ്ത്രീകൾക്ക് കടക്കാൻ ശബരി എന്ന് പറയുന്ന ശബരിമല എന്ന് പറയുന്ന തന്നെ സ്ത്രീയുടെ പേരാണ്. അവിടേക്കാണ് സ്ത്രീകളെ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒന്ന്. പിന്നെ ഈ അടുത്ത കാലത്ത് വാളയാറിൽ രണ്ട് പെൺകുട്ടികൾ ദാരുണ്യമായിട്ട് റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടു. ആ പ്രതികൾ ഇന്ന് സമൂഹത്തിൽ വളരെ മാന്യമായിട്ട് പാർട്ടികളെയും അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ അവിടെ സുഖമായി വലസുവാണ്. ഇത് എന്ത് നിയമമാണ് നമ്മുടെ രാജ്യത്തിൽ? ഭരണഘടന നടപ്പിലാക്കുന്നവർ എത്ര ഭരണഘടനയെ എത്രമാത്രം അതിനെ സംരക്ഷിക്കുന്നവർ, അതിന് നടപ്പിലാക്കുന്നവർ, അതിൻ്റെ രീതി അനുസരിച്ച് നടപ്പിലാക്കുന്നവർ അത് തെറ്റായി നടപ്പിലാക്കുകയാണെങ്കിൽ ആ ഭരണഘടന കൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് ആമുഖമായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ അറിയാം സ്ത്രീകൾ എങ്ങനെയാണെന്ന്. സ്ത്രീകൾക്ക് അമേരിക്കയിൽ റോസ പാർക്ക് എന്ന് പറഞ്ഞ ബസ്സിൽ ഇരിക്കാൻ പോലും അവകാശമില്ലാത്ത കാലത്ത് സമരം ചെയ്തിട്ടുള്ള ചരിത്ര ലോകത്തിലുണ്ട്. അത് ഇവിടെയുണ്ട്, ഒരുപാട് ഇതുണ്ട്. ചുരുക്കി പറയാണ്. അപ്പോൾ ഈ രണ്ട് ഇതാണ് ചോദ്യം. വക്കീലാണ് കുറേ കൂടി ഉത്തരം പറയാൻ അനുയോജ്യം എന്ന്. ഇത് 2-3 ചോദ്യങ്ങൾക്ക് ശേഷം നമുക്ക് 3 ചോദ്യമൊക്കെ വെച്ചിട്ട് സംസാരിക്കാം. അടുത്ത ഹായ്, ഞാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, വൺ സ്റ്റോപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്.
അപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്ത്രീകളുടെ നിയമങ്ങൾ ഒരുപാട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, പോലീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അവയർനെസ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പേരായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ അംഗൻവാടി ടീച്ചേഴ്സ്, സൂപ്പർവൈസേഴ്സ് അവരുമൊക്കെ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഒട്ടും ഇതുവരെ മനസ്സിലാകാത്തൊരു സാധനം എന്ന് വെച്ചാൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ സ്ത്രീ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്തേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേസാണ്. ഈ കേസിനകത്ത് സ്ത്രീക്ക് വേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, പരാതി കൊടുത്തു. പോലീസ് പറഞ്ഞു നിങ്ങൾ വിളിച്ചാൽ മതി, ഞങ്ങൾ അവിടെ പോയി ആളെ അറ്റൻഡ് ചെയ്തോളാം എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ 1 മാസത്തിനുള്ളിൽ ഞാൻ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് 6 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. ഈ ഒരു രാത്രി 11-12 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഈ വിളിച്ചപ്പോഴെല്ലാം ഈ സ്ത്രീ എന്നോട് പറഞ്ഞത്, പോലീസ് അവിടെ ചെല്ലും, അവിടെ ചെന്നിട്ട് ആളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ സ്ത്രീ അവരോട് പറയും എൻ്റെ ചേട്ടനെ അറസ്റ്റ് ചെയ്യേണ്ടതൊന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി. കാരണം നമുക്കവിടെ നിയമത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവിടെ എഴുന്നേറ്റ് സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആളില്ലാത്തതിൻ്റെയോ പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആ ഒരു സ്ത്രീ മാത്രമല്ല, ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും എഡ്യൂക്കേഷനുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള നിയമങ്ങളെക്കുറിച്ച് അറിയാവുന്ന, കാരണം ഈ നിയമത്തെക്കുറിച്ചെല്ലാം ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, ഇവർ തന്നെ ഞങ്ങളുടെ അടുത്തിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് എൻ്റെ ചേട്ടനെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതിയെന്ന് പറഞ്ഞ് രാത്രി 11 മണിയാകുമ്പോൾ പോലീസ് നിന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ, കാരണം തല്ലി ഒരു പരുവാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ ചേട്ടനെ പേടിപ്പിച്ച് വിട്ടാൽ മതിയെന്ന് പറയുമ്പോൾ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ചെയ്യാവുന്ന മാക്സിമം എന്ന് പറഞ്ഞാൽ അവരെ ഇവിടെ കൊണ്ടുവന്ന ഒരു 5 ദിവസം ഒരു മാക്സിമം അക്കോമഡേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം മാറ്റി നിർത്തുക. പക്ഷെ അവർക്ക് അതും പറ്റില്ല. അവരെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറം നമ്മുടെ കൈകളോടെ കെട്ടിപ്പെട്ടിരിക്കുക. കാരണം അവരതിനപ്പുറത്തേക്ക് വിട്ടുപോകാനൊന്നും തയ്യാറാവുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൽ നിന്നൊന്ന് പുറത്തു വരാനായിട്ട് ഹൗ ക്യാൻ വി ഹെൽപ്പ് ദം? താങ്ക് യു. ഞാൻ ഡോക്ടർ ജ്യോതി അരയമ്പത്ത് എന്ന് പറയും. എന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇവിടെ അറിയാൻ തോന്നുന്നു. ഞാൻ ഒരു ഓട്ടിസ്റ്റിക് സൈക്യാട്രിസ്റ്റാണ്. പിന്നെ ഞാൻ ഇംഗ്ലണ്ടിലാണ്. അവിടെ ബോസ്റ്റൺ ബറ കൗൺസിൽ നമ്മളൊരു മുനിസിപ്പൽ കൗൺസിൽ പോലെയുള്ളതിൽ കൗൺസിലറാണ്. അപ്പം എനിക്കിപ്പം ക്വിക്കായിട്ട് പറയാം. ആൻഡ് ഈ ആൾ പറഞ്ഞതിൻ്റെ ഒരു ഉത്തരം കൂടെ എനിക്ക് പറയണം, പക്ഷെ അത് നേരിട്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സഭ, ഈ ഒരു പ്ലാറ്റ്ഫോം, എനിക്ക് ആദ്യം പറയേണ്ടത് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത് പറയേണ്ടത് മൊത്തത്തിൽ ഇൻ്റർസെക്ഷനാലിറ്റീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം പറയുന്നത് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റീൻ്റെ വ്യത്യാസത്തിനെ കുറിച്ചിട്ടാണ്. മൂന്നാമത് പറയുന്നത് വനിതാ സംവരണം 33% കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം എൻ്റെ കണക്കാക്കല്ലേ, ഇപ്പം ഞാൻ ഷീബത്തേൻ്റെ കൂടെ വെറുതെ കൂടെ വന്ന ഒരാളാണ്. അപ്പോൾ ഇത് കേട്ടു സ്ത്രീകളും നിയമവും. അപ്പോൾ സ്ത്രീകളും നിയമവും മാത്രമായിട്ടൊരു അങ്ങനെ ഒരു ഇത് വേണോ, ക്ലബിങ് വേണോ എന്നൊക്കെയുള്ള ഒരു ഇതിലാണ്. പക്ഷെ ഞാൻ എന്നെ സ്ത്രീയായിട്ട് കണക്കാക്കാത്ത, എന്നെ ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സ്ത്രീയായിട്ട് കണക്കാക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ വളരെ സ്ത്രീയാണ്. ഞാൻ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഒരു അമ്മയായിട്ടുള്ള സ്ത്രീയാണ്. അങ്ങനെ ഒരു മാതൃത്വം അതൊന്നും അല്ലെങ്കിലും മാതാവാണ്, ഫോർ ദാറ്റ് മാറ്റർ. മകളാണ്, സിസ്റ്ററാണ്, എല്ലാം. പക്ഷെ ഇതിൽ ഈ വേദിക്ക് പകരം നമുക്ക് വേണ്ടത് ചർച്ചകളാണ്. ഒരു വലിയ വട്ടത്തിൽ ആൾക്കാർ ഇരുന്നിട്ട്, സ്ത്രീകളും പുരുഷന്മാരും ഇരുന്നിട്ടുള്ള, എന്നുവെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, ഇത് നമ്മൾ സ്ഥിരമായിട്ട് പത്രത്തിലെല്ലാം വായിക്കുന്നതാണ്, അനുഭവ സാക്ഷ്യങ്ങളെല്ലാം നമുക്ക് ഒരുപാടുണ്ട്. പക്ഷെ അതിലപ്പുറത്ത് ഈ 12 മിനിറ്റ് അല്ലാണ്ട് ആൾക്കാർക്ക് പറയാനും ചർച്ച ചെയ്യാനും സൊല്യൂഷൻസ് വെക്കാനുമുള്ള വേദികളാണ് നമ്മളിനി ഉണ്ടാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, ഇക്വിറ്റി ഇക്വാലിറ്റി, ഈ തുല്യത എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വേർഡാണ്. അപ്പം നമുക്ക് തിരിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് തുല്യത വേണമല്ലേ, അപ്പം എങ്ങനെയുള്ള തുല്യതയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ ഇക്വിറ്റി പഠിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം എനിക്ക് ഇവിടെ പ്രസൻറ്റേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു മാച്ച്, ഒരു മാച്ച് കാണുന്നു, ഒരു 4-5 ആൾക്കാർ മാച്ച് കാണുന്നു. അപ്പോൾ ഒരു മതിലിൻ്റെ അപ്പുറത്താണ് മാച്ച്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അപ്പോൾ പിന്നെ വയ്യാത്ത ഒരു കുട്ടീനെ എടുത്തിട്ട് മാച്ച് കാണിക്കുന്ന ഒരാൾ, അപ്പോൾ വേറൊരാൾ ഷോർട്ടായിട്ടുള്ള ഒരാൾ ഒരു പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ മേലെ, ഒരു കട്ടേൻ്റെ മേലെ നിന്നിട്ട് മാച്ച് കാണുന്നു. അപ്പോൾ അത് അങ്ങനെ പല ആൾക്കാർ പല വിധത്തിൽ മാച്ച് കാണുകയാണ്. അപ്പോൾ അതിനെല്ലാത്തിനും ശരിക്കും ഇതായിട്ട് ആ മതിലങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് മാച്ച് കാണുക എന്നുള്ളതാണ്. മാച്ച് എന്ന് പറഞ്ഞാൽ അത് എല്ലായ്പ്പോഴും അതേ തരത്തിൽ പോസിബിൾ ആവണമെന്നില്ല, പക്ഷെ അതാണ് ഇക്വിറ്റി.
അതിൽ ശരിക്കും പറഞ്ഞാൽ ആ തുല്യത അങ്ങനെയുള്ളവർക്ക് ആ പൊക്കത്തിൽ ഉയർത്തി നിന്നാൽ മാത്രമേ തുല്യത അതാണ് സംവരണത്തിൻ്റെ എല്ലാം ഫണ്ടമെൻ്റൽ എത്തിക്സ് അതാണ് വരുന്നത്. ആ തുല്യതക്ക് നമ്മൾ പൊക്കി കൊടുത്താൽ മാത്രമേ ആ തുല്യത ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. പിന്നെ 33% ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാർ സുൽഫത്ത് ടീച്ചറോടും കുസുമൻ ടീച്ചറോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് അവർ നമുക്ക് തരേണ്ട കാര്യത്തിനെ പറ്റിയിട്ടാണ്. 33% ആരോ നമുക്ക് തരിക. അപ്പം നമ്മൾ പഞ്ചായത്തിൽ ചെറിയ ഗ്രൂപ്പായിട്ട് സംഘടിക്കുക. അപ്പോൾ ആ 33% നമുക്ക് കിട്ടുന്നത് നമ്മൾ മാറ്റിവെക്കുക. അപ്പോൾ ആ 33% അല്ലാത്തതിൽ നമ്മൾ 100% വേണ്ടി തന്നെ അസ്പയർ ചെയ്യണം. നമ്മൾ എന്തിനാണ് 33% നിർത്തുന്നത്? പക്ഷെ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്കുള്ള എല്ലാ അവകാശങ്ങളും നമുക്കത് തുല്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ബാക്കി 70%ലും ബാക്കിയുള്ള നമ്മളെ പെണ്ണുങ്ങളെ കയറ്റിയിട്ട് വേണം നമ്മൾ ഈ 33% സംവരണത്തിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഈ കുട്ടി പറഞ്ഞതിനും കൂടെ ഞാൻ ഒന്ന് ഉത്തരം പറയാം. താങ്ക് യു. നമസ്കാരം. സമയം ഒരുപാട് വൈകിയുണ്ട്, അപ്പോൾ ചോദ്യം ഒന്ന് ചുരുക്കി ചോദിക്കാം. ശരിക്കും നമ്മളൊരു പുരുഷ മേധാവിത്വ സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നില ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് എ വിമൺ, അതുപോലെ ആസ് എ ട്രാൻസ് വുമൺ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അങ്ങനെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അപ്പോൾ അവിടെ നമ്മൾ മറച്ചു പിടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും സ്ത്രീകളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് മറ്റൊരു കൂട്ടം സ്ത്രീകൾ തന്നെയല്ലേ എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആസ് എൻ എക്സാമ്പിൾ, ഐ വിഷ് ടു പോയിൻ്റ് ഔട്ട് ദാറ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളോട് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഒരു സെക്ഷലി എന്തെങ്കിലും ഒരു അബ്യൂസ് ഉണ്ടായി എന്ന് നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയുമ്പോൾ, ലൈക്ക് നീ അത് ആരോടും മിണ്ടണ്ട, അത് ഫ്യൂച്ചറിനെ ബാധിക്കും, അത് നാണക്കേടാണ് എന്നുള്ളൊരു സാധനം. ഇപ്പോൾ ഈവൻ മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറയുമ്പോൾ, വേണ്ട പാഡ്സ് യൂസ് ചെയ്താൽ മതി, ബിക്കോസ് കല്യാണം കഴിയാണ്ട് ആ സാധനം യൂസ് ചെയ്യാൻ പാടില്ല, അതിന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ബേസിക് സ്ട്രക്ചർ, സൊസൈറ്റിയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന വീടുകളിൽ നിന്ന് മുതൽ അങ്ങ് അപ്പോൾ ഒരു ഇൻഡെക്സിൽ വരെ നമുക്ക് സ്ത്രീകൾ തന്നെയല്ലേ ശരിക്കും ഒരു പരിധി വരെ സ്ത്രീകളുടെ ശത്രുക്കളായിക്കൊണ്ടിരിക്കുന്ന എന്നൊരു ചോദ്യമാണുള്ളത്. അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇപ്പോൾ സ്ത്രീകൾക്ക് സമൂഹത്തിൽ എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു അനുഭവം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉറവിടം മതങ്ങളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മതങ്ങളിൽ നിന്ന്, മതം പറയുന്നിടത്താണ് സ്ത്രീ ഒന്നും അല്ലാതായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയ, എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മതമാണ് സ്ത്രീയെ എവിടെയെങ്കിലും അടക്കി ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. മതത്തിൻ്റെ അപ്പുറത്തേക്ക്, മതത്തിൽ നിന്ന് ഉള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു അടിച്ചമർത്തൽ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ നമ്മൾ മനുഷ്യതുല്യമായിട്ടുള്ള നീതികളിൽ നമുക്ക് ലഭ്യമാണല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. മതം തന്നെയാണ്. മതത്തിനെ മതമാണല്ലോ നമ്മളെ നാട് തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മതമാണ്, മതത്തിൻ്റെ പേരിലാണ്. അത് യഥാർത്ഥ വിശ്വാസികളാണോ അല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. യഥാർത്ഥ വിശ്വാസികൾക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ശരി അല്ല, സമയം കഴിഞ്ഞ് അവിടെ പറഞ്ഞു വന്നതിൽ നിങ്ങളിപ്പോൾ സ്ത്രീകളുടെ വിഷയം നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ വേദിയിലിരുന്ന് സംസാരിക്കുമ്പോൾ പ്രേക്ഷിതരായിരിക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് യഥാർത്ഥ വിഷയങ്ങൾ നിങ്ങൾ തുറന്ന് കാണിക്കണമെന്നുള്ളത്. അതിനെ നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ കാണികളായിരിക്കുന്ന ഞങ്ങൾക്കത് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. ശരി. ജ്യോതി, ഇത് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വയം ഉണ്ടാക്കാവുന്നതാണ്. പ്ലാറ്റ്ഫോം നമ്മൾ വല്ലവരും ഉണ്ടാക്കി തരുന്ന പ്ലാറ്റ്ഫോമിനെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എവറി വിമൻ ക്യാൻ മേക്ക് എ പ്ലാറ്റ്ഫോം ടു ഡിസ്കസ് ഓൾ ദീസ് തിങ്സ്. ഈ കുട്ടി പറഞ്ഞ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് കൊണ്ട് പോലീസ് അതിന് നിൽക്കേണ്ട കാര്യമില്ല എന്നും കൂടിയുണ്ട്. ഇനി അവർ പറഞ്ഞൊരു കാര്യം ആഷിക്ക് ഞാൻ തരാം. ആ മോള് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ തന്നെയല്ലേ ഇതെന്ന് പറയുമ്പോൾ, സ്ത്രീകളല്ല അവിടെ പറയുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. അതൊരു മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റിയാണ് പറയുന്നത്. അവിടെ പറയുന്നതും ഒരു പുരുഷ ചിന്തയാണ് പറയുന്നത്. ഒരു കാര്യം പറയാം, മതം തീർച്ചയായിട്ടും അതെ, മതം തന്നെയാണ് നമ്മൾ നിയമങ്ങളെ കട്ടിമറിക്കേണ്ടി വരുന്നത് മതത്തിൻ്റെ പേരിലാണ്. അത് സത്യമാണ്. സത്യമായിരിക്കുമ്പോൾ പോലും മതം മാത്രമല്ല പുരുഷാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനം ഉണ്ടാക്കുന്നത് എന്നുകൂടി പറയണം. ഈ മതമെല്ലാം പോയി കഴിഞ്ഞാലും ആണധികാര വ്യവസ്ഥ അവിടെ ഉണ്ടാകും എന്നുള്ളതും സത്യമാണ്. ആ മോൻ പറഞ്ഞ കാര്യത്തിൽ മതമാണ് സ്ത്രീകൾക്ക്, ഡെഫിനറ്റ്ലി മതമാണ് അൾട്ടിമേറ്റ്ലി സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നത്. പക്ഷേ ഒരു സ്ത്രീ, ഞാൻ ആദ്യം സംസാരിക്കുമ്പോൾ പറഞ്ഞു,
ഒരു മനുഷ്യ ജീവന് എങ്ങനെ ജീവിക്കാൻ അവകാശമുണ്ടോ ജീവിക്കാൻ ആ അവകാശം ഏതൊരു സ്ത്രീയും എടുത്ത് ജീവിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ടുള്ള ഞാനാ പറയുന്നത്. മതത്തിന് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, സ്ത്രീകളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതിൽ മതമല്ല, മേലധ്യക്ഷന്മാരാണ് അത് ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, ഒന്ന് പലതരം അഭിപ്രായം ഉണ്ടായിരിക്കാം. ഒന്ന്, മതമേലധ്യക്ഷം എപ്പോഴും വാഴുന്നത് പുരുഷ കേന്ദ്രീകൃതമായതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. മറ്റൊന്ന്, എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നുള്ള ഫ്ലൂയിഡിൽ നിന്നാണ് വരുന്നത്. ഒരു യൂട്രസിൽ നിന്നാണ് വരുന്നത്. ഒരു അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് വരുന്നത്. ഒരു വിയർപ്പും എല്ലാം പറ്റിയിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ ആരും ക്ലോണിങ്ങിലൂടെ ജനിച്ച ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ശരീരത്തെ കൃത്യമായി അറിയുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് സ്ത്രീയെ അറിയുകയാണ് മാക്സിമം നമ്മൾ ചെയ്യേണ്ടത്. അതിന് സ്ത്രീ തന്നെയാണ് സ്ത്രീക്കെതിരെയുള്ള ആൾ, പുരുഷൻ തന്നെയാണ് പുരുഷനെതിരെയുള്ള ആൾ, അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും വ്യക്തികളാണ്. ആ വ്യക്തിത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം ഒരാളുടെ ഐഡൻറ്റിറ്റിയെ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ ഡിഗ്നിറ്റിയെ പരിഗണിക്കാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഈക്വലായിട്ടൊരു സ്പേസ് ഇവിടെയുണ്ട്. ആ സ്പേസിൽ നിന്നുകൊണ്ട് മറ്റൊരാൾ, അംബേദ്കർ പറഞ്ഞ പോലെ തന്നെ ഒരു സാഹോദര്യ മനോഭാവം അടുത്ത് നിൽക്കുന്ന ആളോട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ തുല്യത നമുക്ക് മറ്റൊരാളോട് തോന്നുള്ളൂ. കാരണം എല്ലാ സമയത്തും നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളോട് കിടപിടിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സ്ത്രീകൾ ഇരിക്കുന്ന വേദിയിൽ സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിക്കരുതെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ നമുക്കറിയാം, ശബരിമല വിധി വന്നപ്പോൾ ഇവിടെ സ്ത്രീകളാണ് തെരുവിലിറങ്ങിയത്, തങ്ങൾ അശുദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് പലതരത്തിലാണ് ആ കോണ്ടസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് സ്ത്രീകളെല്ലാവരും സ്ത്രീകൾക്കെതിരാണ്, പുരുഷന്മാരെല്ലാവരും സ്ത്രീകൾക്കെതിരാണ്, അങ്ങനെയില്ല. ഒന്ന്, നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് ഇവിടെ ഇരിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ട് സമയം ചിലവൊക്കെ ഇവിടെ വന്നത് ആ അവകാശങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. അത് നിരന്തരമായി പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അത് വേദികൾ നിങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു ചുറ്റു കസാരയിൽ ഇരുന്നാലൊന്നും അത് നേരെയാവത്തില്ല. അതിന് നേരെയാണെങ്കിൽ രാഷ്ട്രീയവും മതവും നിയമവും സാമൂഹ്യ സാഹചര്യവും ഒത്തുവരണം. അത് ഒത്തുവരാനായിട്ട് ഇതുപോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാവണം. താങ്ക് യു. സെഷൻ അവസാനിക്കുകയാണ്. ഒരു വാക്ക് പറഞ്ഞ് അവസാനിക്കും. അടുത്ത സെഷന് സമയമായി. നോക്കൂ, സ്വാതന്ത്ര്യം എന്നൊരു വാക്കും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. ഏത് മതം തിരഞ്ഞെടുക്കണം, എങ്ങനെ ചെയ്യണം, എൻ്റെ പൊട്ട് മാച്ചത് കൊണ്ടോ കുറി മാച്ചത് കൊണ്ടോ ഒന്നും ഞാൻ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്നൊരു വലിയ പ്രശ്നമുണ്ട്. പിന്നെയും നമ്മളെ ആക്രമിക്കാൻ മറ്റു പലതുമായ രീതിയിൽ അവിടെ ആളുകളും ഒക്കെ ഉണ്ട്. ഒറ്റയ്ക്കൊരു ജീവിയായിട്ട് ജീവിക്കുന്ന ഒരാളല്ല മനുഷ്യൻ, ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കൂച്ചുവലങ്ങളുണ്ട്. മതം അതിലൊന്ന് മാത്രമാണ്. സ്വാതന്ത്ര്യം വലിയ വിഷയമാണ്. പല ജാഥകളുടെയും ഫ്രണ്ടിൽ ബാനർ പിടിച്ചു നിൽക്കുന്ന സ്ത്രീകളാണ്. പക്ഷെ ആ ബാനർ എഴുതിയിരിക്കുന്നത് അവരല്ല, ആ സ്ലോഗൻ തീരുമാനിച്ചത് അവരല്ല, അതിൻ്റെ നീളവും വലിപ്പവും ഒന്നും അവരുടേതല്ല. അതുകൊണ്ട് പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ ഒരു പ്രൊപ്പോർഷണലായിട്ടുള്ള തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം, അതായത് ഓരോ വ്യക്തിയും എൻ്റെ പ്രാതിനിധ്യം റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ തുല്യ പ്രാതിനിധ്യം നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അത് ദളിതരായാലും മുസ്ലിംസ് ആണെങ്കിലും സ്ത്രീകളാണെങ്കിലും പല രീതിയിൽ ഡിസേബിൾഡ് ആവുകയും പല രീതിയിൽ കഴിവുകളുമുള്ള മനുഷ്യരുടെ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉണ്ടാവണം. എല്ലാ മേഖലകളിലും ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ആ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ആ പരിവർത്തനത്തിനുള്ള വൺ ഓഫ് ദ ടൂള് മാത്രമാണ് നിയമം. ഒരു ടൂള് മാത്രമാണ്. അതിന് രാഷ്ട്രീയവും അതിന് മറ്റേ സാഹിത്യവും കലകളും എല്ലാം കൂടി ചേർന്ന് തന്നെയാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടത് എന്നും കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. പങ്കെടുത്ത എല്ലാവരോടും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. സാഹിത്യ അക്കാദമിയോടും ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിനോടും സ്നേഹവും ബഹുമാനവും നന്ദിയും അറിയിക്കുന്നു. നല്ലൊരു ചർച്ച ഇവിടെ വയ്ക്കാൻ, പ്രത്യേകിച്ച് ഈ സാഹിത്യവേദിയിലേക്ക് നിയമത്തെ കൊണ്ടുവന്നതിൽ സംഘാടകരോട് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട്, പാനലിന് വേണ്ടി മൊത്തം നന്ദി പറഞ്ഞുകൊണ്ട്, പാനലിസ്റ്റുകളോടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.